ഏകാത്മമാനവ ദർശനമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖമുദ്ര. മുസ്ലിം ലീഗിന്റെ വർഗീയത പുള്ളിപ്പുലിയുടെ പുള്ളി എത്ര കാലം കഴിഞ്ഞാലും മാറില്ല എന്നുള്ള കാര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഒരു പുതിയ നേതാവ് ബിജെപിയിൽ നിന്ന് വന്ന് ഞങ്ങളെ ക്ഷണിക്കുന്നു. ഞങ്ങളെ ക്ഷണിക്കാൻ മാത്രം നിങ്ങളായിട്ടില്ല. അതിന് വെള്ളം നിങ്ങൾക്ക് ക്ഷണിക്കാൻ നല്ലത് ഇപ്പോൾ നിങ്ങളെ കൂടെ ഭരിക്കുന്ന കക്ഷിയാണ്. അവരിപ്പോ നിങ്ങളെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. അവരൊന്ന് ക്ഷണിച്ചു നോക്കി, അതാണ്. If you're one of their people, every single job is available to you. If you carry their flag, any amount of smuggling of gold is allowed. You can sit in the chief minister's office and do that job. But if you're a young Keralite, then you have to protest and shout and scream to try and get your right. ലീഗിനെ എൻഡിഎയിലേക്ക് ക്ഷണിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ. കോൺഗ്രസും സിപിഎമ്മും തമ്മിൽ ധാരണയുണ്ട് എന്ന് വി മുരളീധരൻ എന്ന് പറയുന്നു. ബിജെപി ക്ഷണിക്കേണ്ടത് സിപിഎമ്മിനെയാണ് എന്ന് കുഞ്ഞാലിക്കുട്ടി. കേരളത്തിലെ വോട്ടർമാരെ ആശയക്കുഴപ്പത്തിലാക്കും വിധമുള്ള ആരോപണ പ്രത്യാരോപണങ്ങളാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച ഉടൻ കേരളത്തിൽ മുഴങ്ങിക്കേൾക്കുന്നത്. സംസ്ഥാന സർക്കാർ അവസാനമായി ചേർന്ന മന്ത്രിസഭായോഗത്തിൽ ഭൂമി അനുവദിച്ച ശ്രീ എം എന്ന യോഗാചാര്യൻ സിപിഎമ്മിനും ആർഎസ്എസിനും ഇടയിലുള്ള പാലമാണ് എന്നാരോപിക്കുന്ന ഒരു പുസ്തകം RSS ദ മേക്കിംഗ് ഓഫ് ദ ഡീപ് നേഷൻ പുറത്തുവന്നു. അത് ചർച്ചയാകുന്നു വീണ്ടും. കേരളത്തിൽ ആരൊക്കെ തമ്മിലാണ് അന്തർധാര സജീവമാകുന്നത്? സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികളായി സിപിഎം നേതാവ് പി ചിത്തരഞ്ജൻ, കോൺഗ്രസ് നേതാവ് പഴകുളം മധു, ബിജെപി നേതാവ് അഡ്വക്കേറ്റ് എ ജയസൂര്യൻ, മുസ്ലിം ലീഗിന്റെ അഭിഭാഷക സംഘടനാ നേതാവ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ എന്നിവർ. ആദ്യം ജയസൂര്യനിലേക്ക്. ശ്രീ ജയസൂര്യൻ, ലീഗിനെ എൻഡിഎയിലേക്ക് ക്ഷണിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ. പക്ഷേ ലീഗിന്റെ ആ വർഗീയ പുള്ളി പോകില്ല എന്ന് സുരേന്ദ്രൻ വിശദീകരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ പരസ്യമായി ആവർത്തിക്കുകയാണ് ഇക്കാര്യങ്ങൾ. എന്തിനാണ് ഈ ലീഗിനെ എൻഡിഎയിലേക്ക് ക്ഷണിക്കുന്നത്? എന്താണ് അതിന്റെ ലക്ഷ്യം? ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഇന്ത്യയിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും, എല്ലാ വിഭാഗം ജനങ്ങളെയും, അത് സംഘടനയാണെങ്കിലും ഗ്രൂപ്പാണെങ്കിലും പാർട്ടിയാണെങ്കിലും ക്ഷണിക്കുക എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടി അതിന്റെ ഒരു രാഷ്ട്രീയ നയം എന്നുള്ള നിലയിൽ അങ്ങനെ ചെയ്യാറുണ്ട്. അത് ചെയ്യുന്നു. അവിടെ വ്യക്തമായി പറയുകയും ചെയ്തു. നയം മാറുകയാണെങ്കിൽ, തീർച്ചയായിട്ടും നയം മാറുകയാണെങ്കിൽ എന്നത്, അതായത് ബിജെപിക്ക് കൃത്യമായൊരു കാഴ്ചപ്പാട് ഇക്കാര്യത്തിലുണ്ട്. കേരളത്തില് വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. കോൺഗ്രസിനെയും സിപിഎമ്മിനെയും മുസ്ലിം ലീഗിനെയും ഒരു സഖ്യകക്ഷിയായി അംഗീകരിക്കുകയില്ല. എന്നാൽ നയം മാറ്റിക്കൊണ്ട് ബിജെപിയുടെ നയം അംഗീകരിച്ചുകൊണ്ട്, ഏകാത്മമാനവ ദർശനത്തെ അംഗീകരിച്ചുകൊണ്ട് കടന്നു വരുന്നത് ആരാണെങ്കിലും അവരെ സ്വീകരിക്കാം എന്ന് പറയുമ്പോൾ, ലീഗിന്റേതായിട്ടുള്ള നയ പരിപാടികളിൽ നിന്ന് വ്യത്യസ്തമായി, ആ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്നുവെങ്കിൽ അങ്ങനെ വരുന്നവരെ അംഗീകരിക്കാം എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. അതിന് കാരണവുമുണ്ട്. ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ ധാരാളം പേര്, മുസ്ലിം വനിതകളടക്കമുള്ളവര് താമര ചിഹ്നത്തിൽ മത്സരിക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നു. 5-10 വർഷം മുമ്പ് നമുക്കത് കാണാൻ കഴിയുന്ന കാഴ്ചയല്ല. മാറ്റം വരുന്നുണ്ട്. മുത്തലാഖ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ വലിയ ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ ബിജെപി എന്നുള്ളത് എന്നും തൊട്ടുകൂടാത്ത, തീണ്ടിക്കൂടാത്ത, മാറ്റി നിർത്തപ്പെടേണ്ട. പക്ഷേ ശോഭാ സുരേന്ദ്രന് മാത്രമേ അഭിപ്രായമുള്ളൂ. സുരേന്ദ്രൻ, അതായത് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷന് മറ്റൊരു അഭിപ്രായമാണ് ഉള്ളത് എന്ന് മാത്രമല്ല, അദ്ദേഹം കുറെ കൂടി കടന്ന് UP മോഡലിൽ ഒരു ലവ് ജിഹാദ് നിയമം കേരളത്തിൽ കൊണ്ടുവരുമെന്നൊക്കെ പ്രഖ്യാപിക്കുന്നു. ഒരു വശത്ത് ശോഭാ സുരേന്ദ്രൻ മുസ്ലിം ലീഗിനെ ക്ഷണിക്കുന്നു, മറുവശത്ത് മുസ്ലിം ലീഗ് സർവ്വശക്തി ഉപയോഗിച്ച് എതിർക്കുന്ന ഈ ലവ് ജിഹാദ് നിയമം കേരളത്തിൽ നടപ്പാക്കുമെന്ന് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു. അപ്പോഴാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. ഒരു കൺഫ്യൂഷനും വേണ്ട. ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ബിജെപിയുടെ നയപരിപാടികളിൽ യാതൊരു മാറ്റവുമില്ല. അത് അവിടെ തന്നെ ഉണ്ടാകും. അത് ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. എന്നാൽ അതോടൊപ്പം തന്നെ എല്ലാ വിഭാഗം ജനങ്ങളെയും ബിജെപിയിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതും ബിജെപിയുടെ നയമാണ്. ഇത് രണ്ടുപേര് പറഞ്ഞത് കൊണ്ട് രണ്ടർത്ഥമൊന്നുമില്ല. ഒരേ പാർട്ടിയുടെ തന്നെ അഭിപ്രായമായിട്ട് അതിനെ പരിഗണിച്ചാൽ ശരി. ഞാൻ മടങ്ങി വരാം താങ്കളിലേക്ക്. ശ്രീ പി ചിത്തരഞ്ജൻ, ഇവിടെ ഈ കോലീബി സഖ്യ ആരോപണം സിപിഎം നിരന്തരം ഒട്ടുമിക്ക തെരഞ്ഞെടുപ്പുകൾക്ക് തൊട്ടു മുമ്പും ഉയർത്താറുണ്ട്. കോൺഗ്രസും ലീഗും ബിജെപിയുമായി കൈകോർക്കുന്ന ആ വടകര ബേപ്പൂർ മോഡലിനെ കുറിച്ച് നിരന്തരം സിപിഎം പറയാറുള്ള കാര്യമാണ്. ഇപ്പോഴിവിടെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നു. വി മുരളീധരൻ പറയുന്നു കോൺഗ്രസും സിപിഎമ്മും തമ്മിൽ 20 സീറ്റിൽ ധാരണയുണ്ട് എന്നാണ്. ഓക്കെ, പക്ഷേ ഇവിടെ ബിജെപിയോട് ഒരു മൃദു സമീപനം സിപിഎമ്മിനുണ്ടോ എന്ന സംശയം ഉയർത്തുന്നതാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസ്താവന. ഒരേ നിലപാടുള്ള രണ്ട് പാർട്ടികൾ ബിജെപിയും സിപിഎമ്മുമാണ്. നിങ്ങൾ ക്ഷണിക്കേണ്ടത് ഞങ്ങളെയല്ല, പകരം സിപിഎമ്മിനെയാണ് എന്ന് അദ്ദേഹം പറയുന്നു.
മുഖ്യമന്ത്രി അവസാനത്തെ CPM-ന്റെ മേഖലാ ജാഥകൾ 2 മേഖലാ ജാഥകൾ സമാപിക്കുമ്പോൾ പോലും കോൺഗ്രസിനെ ആക്രമിക്കുന്നു എന്നല്ലാതെ കേന്ദ്ര സർക്കാരിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടുകയോ BJP-യെ വെർബലി അറ്റാക്ക് ചെയ്യുകയോ ചെയ്യുന്നില്ല എന്നും വരുന്നു. എന്തുകൊണ്ടാണ് ഇത്? ഈ ഒരു അന്തർധാര ഉണ്ട് എന്ന് തോന്നിക്കുന്ന മറ്റു ചില സംഭവങ്ങൾ കൂടി പുറത്തു വരുന്നു. ഇപ്പോൾ ശ്രീ M എന്നു പേരുള്ള ഒരു യോഗാചാര്യൻ, അദ്ദേഹം RSS സഹയാത്രികനാണ്. അദ്ദേഹത്തിന് 4 ഏക്കർ ഭൂമി അനുവദിക്കുന്നു കേരളത്തിൽ അവസാനം നടന്ന മന്ത്രിസഭാ യോഗത്തിൽ. അപ്പോൾ സ്വാഭാവികമായ ഒരു സംശയം അങ്ങനെയും ഉയരുന്നു. മൊത്തം കൺഫ്യൂഷനാണ് ശ്രീ ചിത്തരഞ്ജൻ. അജിംസിനാണോ കൺഫ്യൂഷൻ ഉള്ളത്? കേരളത്തിലെ ജനങ്ങൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് കരുതട്ടെ. നോക്കൂ ശ്രീ ചിത്തരഞ്ജൻ, എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് കരുതട്ടെ. ഒന്ന് ക്ലിയർ ചെയ്യാമോ? എന്തായിരിക്കും ഈ 4 ഏക്കർ സ്ഥലം ഒരു RSS സഹയാത്രികനായ യോഗാചാര്യന് സർക്കാർ അനുവദിക്കാനുള്ള കാരണം? CM RSS-ന്റെ സഹയാത്രികനാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആക്ഷേപം ഇതിനു മുമ്പ് കേട്ടിട്ടുമില്ല. ഇത് നമ്മളിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയത്തിലേക്ക് വരികയാണല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം ഈ രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം വളരെ വ്യക്തതയുള്ളതാണ്. അത് BJP-യുമായിട്ടാണെങ്കിലും കേരളത്തിൽ കോൺഗ്രസ് നയിക്കുന്ന UDF മുന്നണിയായിട്ടാണെങ്കിലും രണ്ടിന്റെയും നയങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നവരാണ്. ശ്രീ ചിത്തരഞ്ജൻ, RSS സഹയാത്രികനാണെന്ന് താങ്കൾക്കറിയില്ല. സർക്കാരിനും മുഖ്യമന്ത്രിക്കും അക്കാര്യം അറിയാമായിരിക്കുമല്ലോ. അദ്ദേഹം RSS-കാരനാണോ, അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഇതൊന്നും അന്വേഷിക്കാതെ ഒരു പക്ഷേ സർക്കാർ അദ്ദേഹത്തിന് ഭൂമി അനുവദിക്കുമോ? അങ്ങനെ കരുതുന്നുണ്ടോ താങ്കൾ? ഇനി അദ്ദേഹത്തിന് RSS ബന്ധമുണ്ടെങ്കിൽ ഈ സർക്കാർ ഒരു യോഗാശ്രമം നിർമ്മിക്കാൻ അദ്ദേഹത്തിന് ഭൂമി അനുവദിക്കുമോ? യോഗയുമായി ബന്ധപ്പെട്ട് ഈ ലോകത്തറിയപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഇതിനുള്ള സൗകര്യത്തിന് വേണ്ടി ഭൂമി കൊടുക്കുമ്പോൾ RSS-ന്റെ സഹയാത്രികനാണ് എന്നെല്ലാം നിങ്ങൾ പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് ഇന്നുവരെ ഞാനങ്ങനെ ഒരു ആക്ഷേപം കേട്ടിട്ടില്ല. അതെന്താണെന്നുള്ള കാര്യം ഞാൻ അന്വേഷിക്കും. അദ്ദേഹം അഭിമാനത്തോടെ പറയുന്നതാണ് അദ്ദേഹത്തിന്റെ RSS-ഉമായുള്ള ബന്ധം. അദ്ദേഹം ഓർഗനൈസർ എന്ന് പറയുന്ന ഒരു നിമിഷം ഓർഗനൈസർ എന്ന് പറയുന്ന RSS-ന്റെ ജിഹ്വയുടെ കറസ്പോണ്ടന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം CPM-ഉമായും ബന്ധമുണ്ട്, RSS-ഉമായും ബന്ധമുള്ള ആളാണ് എന്ന് പറയുന്ന പുസ്തകങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കണ്ണൂരിൽ ഉൾപ്പെടെ RSS CPM സംഘടനം ഒഴിവാക്കുന്നതിൽ ഇടനിലക്കാരനായി വർത്തിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനുമായും RSS നേതാക്കളുമായും ചർച്ച ചെയ്തിട്ടുള്ള ആളാണ് എന്ന് പറയുന്നൊരു പുസ്തകവും പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം തന്നെ CPM പ്രവർത്തകർക്ക് വേണ്ടി നടത്തിയ യോഗ ക്യാമ്പ് നടത്തിയിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. അല്ല, ഇങ്ങനെ പറയപ്പെടുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. ഈ പറയപ്പെടുന്നതെല്ലാം ശരിയാണോ അജിംസെ? ഒരു പുസ്തകം ഉദ്ധരിച്ചാണ് ഞാൻ പറഞ്ഞത്. ശ്രീ ആർക്കും ആരെയും കുറിച്ച് എന്താ ആക്ഷേപം? അങ്ങനെയല്ല, ഒരു പുസ്തകം പുറത്തു വന്നു. ഒരു മാധ്യമപ്രവർത്തനാണ് ദിനേശ് നാരായണൻ എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തനം എഴുതിയ പുസ്തകം. ഞാൻ ചോദിക്കട്ടെ, അതെ, അദ്ദേഹം പണ്ട് പല കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. CPM-ന് അംഗീകരിക്കാൻ കഴിയാത്ത CPM-നെ കുറിച്ച് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച് അദ്ദേഹം പലതും എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം CPM-ന്റെ സൈദ്ധാന്തികനൊന്നുമല്ല. അങ്ങനെ ഒരു വ്യക്തി നാളെ ഞാനൊരു പുസ്തകം CPM-ന്റെ പ്രവർത്തകനായതുകൊണ്ട് ഞാൻ എഴുതിയാൽ അത് CPM-ന്റെ പേരിലാകും. നേരെ മറിച്ച് അല്ലെങ്കിലോ? അങ്ങനെ പല വ്യക്തികളും പലതും എഴുതിയിട്ടുണ്ട്. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം എന്താണ്? ഞങ്ങൾ വികസനത്തിന്റെ രാഷ്ട്രീയമാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. ഞങ്ങൾ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്, ജനങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ കോൺഗ്രസ് എന്താ ചെയ്യുന്നത്? രാഹുൽ ഗാന്ധി വന്നിട്ട് അദ്ദേഹം ഇവിടെ പ്രസംഗിച്ചല്ലോ, BJP-ക്കെതിരായിട്ട് അദ്ദേഹം ഒരു അക്ഷരം ഇവിടെ ഉരിയാടിയോ? ഈ രാജ്യത്ത് കർഷക സമരം നടക്കുന്നു, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരത്തിൽ ജനദ്രോഹകരമായ നിരവധി നടപടികൾ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുമ്പോൾ ഒരു പാർട്ടിയുടെ ദേശീയ നേതാവ് എന്നുള്ള നിലയിൽ കേരളത്തിൽ വന്ന് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ മിനിമം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ, ഈ സംസ്ഥാനത്തെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതല്ലേ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ശംഖുമുഖം പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെയോ BJP-യെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്നാണോ ചിത്തരഞ്ജൻ പറയുന്നത്? അല്ല, അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗത്തിന്റെ ധ്വനി എന്താ? അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗം കേന്ദ്ര BJP ഗവൺമെന്റിന് എതിരായിട്ട് കോൺഗ്രസിന്റെ ഒരു അഖിലേന്ത്യാ നേതാവ് നടത്തുന്ന നിലയിലുള്ള പ്രസംഗമാണോ അദ്ദേഹം നടത്തിയിട്ടുള്ളത്? അദ്ദേഹം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് മാത്രമാണല്ലോ സംസാരിക്കാൻ തയ്യാറായത്.
അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം. അദ്ദേഹം സർക്കാരിനെതിരെയും CPM-നെതിരെ സംസാരിച്ചു എന്നുള്ളത് ശരിയാണ്. വരും. അദ്ദേഹം ഞങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം കോൺഗ്രസിന്റെ ഒരു ദേശീയ നേതാവ് എന്ന നിലയിൽ ഈ സംസ്ഥാനത്ത് CPM-നെതിരെയും സർക്കാരിനെതിരെ സംസാരിച്ചു എന്നുള്ളത് ശരിയാണ്. അതിന്റെ ഔചിത്യത്തെയും അനൗചിത്യത്തെയും കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അതല്ല പ്രശ്നം. അദ്ദേഹം BJP-ക്കെതിരെ സംസാരിച്ചിരുന്നു. എന്താണ് അദ്ദേഹം സംസാരിച്ചത്? BJP-ക്കെതിരെ അദ്ദേഹം എന്തുമാത്രം സംസാരിച്ചു? എത്ര സംസാരിച്ചു? അദ്ദേഹം ഒരു ദേശീയ നേതാവ് എന്ന നിലയിൽ സംസാരിക്കേണ്ടത് BJP-യുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിനെതിരായി BJP-ക്കെതിരായി അദ്ദേഹം വേണ്ടതുപോലെ സംസാരിച്ചോ? സംസാരിച്ചില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ടായിരിക്കും സംസാരിക്കാതിരുന്നത്? ചിത്തരഞ്ജൻ, രാഹുൽ ഗാന്ധി CPM-നെയും സർക്കാരിനെയും വിമർശിച്ചു. സംസാരിക്കേണ്ട പിണറായി വിജയൻ എന്തുകൊണ്ടായിരിക്കും വേണ്ടാതിരുന്നത്? ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനെ വിമർശിക്കേണ്ട സമയത്ത് വിമർശിച്ചിട്ടില്ലേ? വിമർശിക്കേണ്ട സമയത്തെല്ലാം ഞങ്ങൾ അതായത് ഇത് വിമർശിക്കേണ്ട സമയമല്ല എന്ന് സർക്കാർ മുഖ്യമന്ത്രിക്കും CPM-നും അറിയാം, LDF-നും അറിയാം. ഇതല്ല വിമർശിക്കേണ്ട സമയം എന്ന്. അല്ലല്ല എന്തറിയാം, നിങ്ങൾ ഈ വിഷയത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കണ്ട. ഈ നാട്ടിൽ കേരളത്തിലെ ഒരു ജനതയും ഞങ്ങളും BJP-യുമായി എന്തെങ്കിലും ധാരണയുണ്ടെന്നോ RSS-ഉമായിട്ട് നീക്കുപോക്കുന്ന നിങ്ങളല്ല, വേറെ ആര് പറഞ്ഞാൽ പോലും ഈ നാട്ടിലെ കേരളത്തിലെ ജനങ്ങളത് വിശ്വസിക്കില്ല. ഞങ്ങളുടെ പ്രസ്ഥാനത്തിനെതിരായി, ഞങ്ങളുടെ ഗവൺമെന്റിനെതിരായി, നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരായി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് എന്തെല്ലാം ചെയ്യാൻ ശ്രമിച്ചതാണ്. നിങ്ങളെല്ലാവരും വലിയ തോതിൽ കൊട്ടിക്കോഷിച്ചതല്ലേ? ഇപ്പോൾ എല്ലാവരും അകത്തോട്ടേക്ക് പോകാൻ പോകുന്നതല്ലേ നിങ്ങളെല്ലാം പ്രഖ്യാപിച്ചിരുന്നത്? നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനെ ഉപയോഗിച്ചുകൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയും ആ കാര്യത്തിൽ കൂട്ടുപിടിക്കല്ലേ കോൺഗ്രസ് ചെയ്തത്? എവിടെ പോയി അതെല്ലാം? ഞങ്ങളെ സഹായിക്കുകയാണോ കേന്ദ്ര ഗവൺമെന്റ് ചെയ്തത്? ഞങ്ങളെ സഹായിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളെന്താ പറഞ്ഞ കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് NH-ന്റെ വികസനം ഞങ്ങളുടെ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് തന്നെ പ്രശംസിച്ചിട്ടുണ്ട്. അത് രാഷ്ട്രീയമല്ല, അത് വികസന കാര്യത്തിനടുത്തുള്ള നിലപാടാണ്. എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് നയത്തിനെതിരായി വിമർശിക്കേണ്ട ഓരോ ഘട്ടങ്ങളിലും കൃത്യമായി വിമർശിച്ചു പോകേണ്ട കാര്യങ്ങൾ വിമർശിച്ചു തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഞങ്ങളുടെ ഓരോ സംസ്ഥാനത്തിലും കോൺഗ്രസിന്റെ നയങ്ങളെ എതിർക്കുന്നതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റ് നയങ്ങളെ ഞങ്ങൾ തുറന്നു കാട്ടിക്കൊണ്ടാണ് പോകുന്നത്. ഞങ്ങൾ എല്ലാത്തരം വർഗീയതയ്ക്കെതിരായിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത കേന്ദ്ര സർക്കാരിന് BJP-ക്കുമെതിരായ ഒരു രാഷ്ട്രീയ പ്രചാരണം LDF നടത്തുമോ? തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റ് ഈ സംസ്ഥാനത്തോട് അല്ലെങ്കിൽ പൊതുവായി കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങളുടെ ഫലമായി നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളോട്, കേന്ദ്രത്തിലെ BJP ഗവൺമെന്റ് പിന്തുടരുന്ന തെറ്റായ സാമ്പത്തിക നയങ്ങളോടെല്ലാം ഞങ്ങൾ വിമർശിച്ചുകൊണ്ട് തന്നെയല്ലേ പോകുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ UDF-നെ വിമർശിക്കാതെ ഞങ്ങൾക്ക് പോകാനൊക്കുമോ? ഞങ്ങൾ BJP-യുമായിട്ട് അല്ലല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട മത്സരം. ഇവിടുത്തെ പ്രധാനപ്പെട്ട മത്സരം ഞങ്ങൾ UDF-ഉമായിട്ടാണ്. ഞങ്ങൾ UDF-ഉമായിട്ട് പിന്നെ പ്രധാന മത്സരം നടക്കുമ്പോൾ UDF-ന്റെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തെക്കുറിച്ച് ഞങ്ങൾ പറയാൻ ബാധ്യസ്ഥരല്ലേ? ഞങ്ങൾ അതിനല്ലേ മുഖ്യമായിട്ട് ശ്രമിക്കേണ്ടത്. അതോടൊപ്പം തന്നെ BJP എന്ന് പറയുന്ന പ്രസ്ഥാനം അത് ശക്തിപ്പെട്ടാൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് പറയണ്ടേ? പോണ്ടിച്ചേരിയിലടക്കം ഉറങ്ങിക്കിടന്ന് നേരം വെളുത്തപ്പോൾ BJP-യിലേക്ക് പോയ കോൺഗ്രസിന്റെ ചരിത്രം ഞങ്ങൾ പറയണ്ടേ? ഈ കോൺഗ്രസിനെ വിശ്വസിച്ച് ജയിപ്പിക്കാൻ കഴിയുമോ? ഇന്ന് ജയിക്കുന്ന കോൺഗ്രസുകാരൻ നാളെ BJP-ആയി മാറില്ലെന്ന് എവിടെയാ ഉറപ്പ്? ഇതൊക്കെ പറയേണ്ടി വരില്ലേ? അപ്പോൾ രണ്ടും ഞങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ പോകത്തുള്ളൂ. BJP-യെയും ഈ കേരളത്തിന്റെ വികസനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾ മുന്നോട്ട് പോകും. കേരളത്തിലെ വികസനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വികസന ക്ഷേമ പ്രവർത്തനങ്ങളാണ് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിലെ മുഖ്യ. അതിനോടാണ് ഏറ്റുമുട്ടേണ്ടത്. ശരി ശരി. ശ്രീ പഴകുളം മധു, BJP-യുമായി ഒരു രഹസ്യധാരണയുണ്ട് എന്ന് ലീഗ് ആരോപിക്കുന്നുണ്ട്. അതേസമയം തന്നെ രാഹുൽ ഗാന്ധി ശംഖുമുഖം പ്രസംഗത്തിൽ അദ്ദേഹം ഒരു ദേശീയ നേതാവ് എന്ന നില മറന്നുകൊണ്ട് അദ്ദേഹം കേരളത്തിലെത്തി ഈ സർക്കാരിനെ ആക്രമിക്കുന്നു. CPM-ഉം BJP-യും തമ്മിൽ എന്തോ രഹസ്യധാരണയുണ്ടെന്ന് ധ്വനിപ്പിക്കുന്ന ഒരു പരാമർശം ആ പ്രസംഗത്തിൽ നടത്തുന്നു. ഇന്ന് കുഞ്ഞാലിക്കുട്ടി തങ്ങളെ NDA-യിലേക്ക് ക്ഷണിക്കുന്ന ശോഭാ സുരേന്ദ്രന്റെ മറുപടിയായി പറയുന്നു, നിങ്ങൾ ക്ഷണിക്കേണ്ടത് CPM-നെയാണ് NDA-യിലേക്ക് എന്ന്. അത് സൂചിപ്പിക്കുന്നത്, ഈ രണ്ട് പ്രസ്താവനകളും സൂചിപ്പിക്കുന്നത് CPM-ഉം BJP-യും തമ്മിൽ എന്തോ രഹസ്യധാരണയുണ്ട് എന്നാണ്. പക്ഷേ ഇവിടെ ചിത്തരഞ്ജൻ ചൂണ്ടിക്കാട്ടുന്നു, ഇന്ന് ജയിക്കുന്ന കോൺഗ്രസുകാർ നാളെ BJP-യിൽ ചേരും. അത് പല സംസ്ഥാനങ്ങളിലും നാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഏറ്റവും ഒടുവിൽ പുതുച്ചേരിയിലും കണ്ടു. അത് ഞങ്ങൾ തുറന്നു കാട്ടും. അല്ലാതെ CPM-ഉം BJP-യും തമ്മിൽ രഹസ്യധാരണയുണ്ടെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ്. കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ച് തുടങ്ങിയിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾക്ക് നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയുന്ന ഈ ആവിശുദ്ധമായ ഇടപാട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോട് കൂടി വെളിയിൽ വന്നിരിക്കുകയാണ്. ഇപ്പോ ഞങ്ങൾക്ക് 10 സീറ്റ്, നിങ്ങൾക്ക് തുടർഭരണം തത്വമാണ് കേരളത്തിലെ BJP-യും CPM-ഉമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം. ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ സംഘർഷങ്ങളിലെല്ലാം കേരളത്തിലെ CPM പാർട്ടി ഞങ്ങളെ ഒന്നും വിമർശിച്ചില്ലല്ലോ.
ഞങ്ങളെ രാഹുൽ ഗാന്ധി ഒന്നും തൊട്ടതേയില്ല, BJP മാത്രമേ ആക്രമിച്ചുള്ളൂ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതിദിന പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ ഒരു വാദം. ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം എനിക്കെതിരെ അഴിമതി പറയുന്നു, കോവിഡിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വീഴ്ച ചൂണ്ടിക്കാണിക്കുന്നു, ഓരോ വകുപ്പിന്റെ അഴിമതികൾ എടുത്തു കാണിക്കുന്നു, എന്നെ വ്യക്തിപരമായ എന്റെ അഴിമതികൾ കാണിക്കുന്നു, ഇതെല്ലാം പറയുന്നു. പക്ഷെ രാഹുൽ ഗാന്ധിക്ക് അഭിപ്രായമില്ലല്ലോ എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ അണിനിരക്കാനും ഒളിക്കാനും ശ്രമിച്ചവർ, രാഹുൽ ഗാന്ധിയുടെ ശരീരത്തിന് പിറകിൽ ഒളിച്ച് സ്വന്തം അഴിമതിയിൽ നിന്നും മുക്തി നേടാൻ പരിശ്രമം നടത്തിയ CPI നേതാക്കന്മാരാണ് ഇപ്പൊ പറയുന്നത് രാഹുൽ ഗാന്ധി BJP അല്ല ശ്രീ അല്ല, ആ ഒരു വാദത്തിന്റെ മുനയൊടിക്കാൻ വേണ്ടി നിങ്ങൾ രാഹുൽ ഗാന്ധിയിൽ സമ്മർദ്ദം ചെലുത്തി പറയിപ്പിച്ചാണോ? അത് സാധാരണ രീതിയിൽ രാഹുൽ ഗാന്ധി അങ്ങനെ ചെയ്യാറില്ല. കേരളത്തിൽ വന്നിട്ട് കേരള സർക്കാരിനെ വിമർശിക്കുകയോ സ്ക്രൂട്ടനൈസ് ചെയ്യുകയോ ചെയ്യാറില്ല അദ്ദേഹം. സത്യമാണ്, താങ്കൾ പറഞ്ഞതിൽ ഒരു പോയിന്റ് ഉണ്ട്. സാധാരണഗതിയിൽ ദേശീയ നേതാക്കന്മാർ ഞങ്ങൾ വന്ന് കേരളത്തിലെ CPI പാർട്ടിയെ അധിക്ഷേപിക്കാറില്ല, അല്ലെങ്കിൽ അവരുടെ അഴിമതികളൊന്നും ദേശീയ നേതാക്കന്മാർ പറയാറില്ല. കാരണം ഇവർ കേരളം വിട്ടാൽ ഞങ്ങളുടെ കൂടാണ് ഇരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളോട് പറയും കോൺഗ്രസ് കൊള്ളില്ല എന്നൊക്കെ പറയുമെങ്കിലും ഇപ്പൊ നിൽക്കക്കള്ളി ഇല്ലാത്തത് കൊണ്ട് BJPയുടെ കൂടെ കൂടാനും പറ്റുന്നില്ല പരസ്യമായി. കേരളത്തിലെ CPI പാർട്ടിക്കാണ് BJPയോട് ഇത്ര വലിയ ആഭിമുഖ്യമുണ്ട്. അതിന്റെ പല കാരണങ്ങളാണ്. ഒന്ന്, മുഖ്യമന്ത്രിയുടെ കേസുകൾ, അദ്ദേഹത്തിന് തുടർഭരണം ഉണ്ടാകാനുള്ള ആഗ്രഹം. ഇപ്പൊ കേരളത്തിലെ CPM പാർട്ടി ഒരു വ്യക്തി കേന്ദ്രീകൃതമായ പാർട്ടിയായി മാറി. നേരത്തെ ഇത് സെൻട്രൽ കമ്മിറ്റി ആയിരുന്നു അവരുടെ എല്ലാം. ഇപ്പൊ അത് മാറിയിരിക്കുകയാണ്. ഇപ്പൊ ഡെമോക്രാറ്റിക് സെൻട്രലൈസേഷൻ എന്ന് വെച്ചാൽ വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സെൻട്രലൈസേഷനാണ് CPM പാർട്ടികൾ തുടങ്ങുന്നത്. അപ്പൊ കേരളത്തിലെ CPM പാർട്ടിക്ക് യെച്ചൂരിയോട് എതിർപ്പാണ്. കാരണം യെച്ചൂരി BJP നിലപാട് സ്വീകരിച്ചപ്പോഴെല്ലാം BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത് കേരളത്തിലെ CPM പാർട്ടിയാണ്. അപ്പൊ പിണറായിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ BJP ചേർക്കാൻ കഴിയും. ഈ ചർച്ചയുടെ തുടക്കത്തിൽ താങ്കൾ ചോദിച്ചല്ലോ ചോദ്യം, എന്തുകൊണ്ടാണ് പിണറായി വിജയൻ നരേന്ദ്രമോദി എതിർക്കാത്തത്? അപ്പൊ ഇതുവരെ എതിർത്തിട്ടില്ല. ഞങ്ങളെല്ലാം ചോദിക്കുന്നത് നിരന്തരമായ ചോദ്യമാണ്. അപ്പൊ ഇതുവരെ എതിർത്തിട്ടില്ല, കുഴപ്പമില്ല. ഇപ്പോഴെങ്കിലും നാളത്തെ പത്രസമ്മേളനത്തിലെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കാമോ? നിങ്ങൾ ഈ പറയുന്ന ധാരണ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും നോക്കൂ, ശബരിമല വിഷയത്തിൽ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും ഈ പറയുന്ന BJPക്കും RSSനും എതിരായിരുന്നു. രണ്ട് വിരുദ്ധ ചേരികളിൽ അവർ വാക്പയറ്റായിരുന്നു. ഒന്ന്. രണ്ട്, ഭോപ്പാലിൽ പിണറായി വിജയൻ ചെന്നപ്പോൾ അവിടെ RSS അദ്ദേഹത്തോട് BJP എങ്ങനെയാണ് പെരുമാറിയതെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവർ തമ്മിൽ ഒരു ധാരണയുണ്ടെങ്കിൽ ഈ റൈവലറിയുടെ കാരണം എന്താണ്? ഇതെല്ലാം നാടകമാണ് എന്നാണ് നമ്മൾ പറയുന്നത്. അല്ല, ഇടയ്ക്കിടയ്ക്ക് ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് എന്റെ പോയിന്റിനെ ക്ലിയർ ആയി അവതരിപ്പിക്കാൻ കഴിയാതെ വരും. ദയവായി താങ്കൾ അതിന് ശ്രമിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരു BJPക്കാരനെ കേരളത്തിൽ വെട്ടിക്കൊല്ലുമ്പോൾ ആ പ്രദേശത്ത് BJPക്ക് വളരാനുള്ള അവസരം ഉണ്ടാകും. ഒരു CPMകാരനെ BJPക്കാർ കൊല്ലുമ്പോൾ അവർക്ക് അവിടെ വളരാനുള്ള അവസരം ഉണ്ടാകും. ഈ തന്ത്രം പതിറ്റാണ്ടുകളായി കേരളത്തിലെ CPMഉം BJPയും തമ്മിൽ പയറ്റുകയാണ്. ഇപ്പോ എന്താണ്? ശബരിമല പ്രശ്നത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും കണ്ണുകൂത്തിലായിരുന്നു. BJPക്ക് വേണമെങ്കിൽ ശബരിമല പ്രശ്നത്തിൽ കേരള സർക്കാരിന്റെ നിലപാടുകളെ തുറന്നെതിർക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ടൊരു നിയമം പാസാക്കിക്കാനോ സുപ്രീം കോടതിയിലെ വിധി മറ്റൊരു രൂപത്തിലാക്കാനോ കേന്ദ്ര ഗവൺമെന്റ് അഫിഡവിറ്റ് കൊടുത്തോ മറ്റും ഒക്കെ അവർക്ക് ധാരാളം ഓപ്ഷൻസ് അവരുടെ മുന്നിലുണ്ടായിരുന്നു. ആ ഓപ്ഷൻസ് ഒന്നും ഉപയോഗപ്പെടുത്താതെ കേരളത്തിലെ CPM പാർട്ടിയും BJPയും ശബരിമല പ്രശ്നത്തിൽ പോലും നഗ്നമായ രാഷ്ട്രീയം കളിക്കുകയായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും ഇതിനെ ഫ്ലയറപ്പ് ചെയ്ത് ഇതിനെ വോട്ട് രാഷ്ട്രീയമാണ് രണ്ടുപേർക്കും ആഗ്രഹം. അല്ല, ശബരിമല പ്രശ്നം തീർക്കണമെന്ന് BJPക്കും ഒരാഗ്രഹം ഉണ്ടായിരുന്നില്ല. BJP പലപ്പോഴും ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എന്ത് സമരമാണ് നടത്തുന്നത്? ഞങ്ങൾ നടത്തുന്ന സമരം കണ്ടില്ലേ? ഞങ്ങൾ ഇരുമുടിക്കിട്ട് താഴെ ചവിട്ടിയിടുന്നു, ഞങ്ങൾ അതിൽ ബഹളം വെക്കുന്നു, ഞങ്ങൾ ബസ് കത്തിക്കുന്നു. കോൺഗ്രസ് എന്ത് സമരം നടത്തി? പക്ഷെ കോൺഗ്രസിന് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. എന്റെ അമ്മയെ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ സമരത്തിൽ പങ്കെടുത്തവരാണ്. ഞാൻ ഉൾപ്പെടെ, ഉമ്മൻചാണ്ടി ഉൾപ്പെടെ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെ, KC വേണുഗോപാലും നമ്മുടെ MK മുനീർ ഉൾപ്പെടെയുള്ള UDF നേതാക്കന്മാർക്കെതിരെ ശബരിമല പ്രശ്നത്തിൽ നിരവധി കേസുകളുണ്ട്. ഞങ്ങൾ നിയമം ലംഘിച്ചു, പക്ഷെ ഞങ്ങൾ കലാപം ഉണ്ടാക്കിയില്ല. കലാപം ഉണ്ടാക്കുന്ന BJPക്കും അതിന് അവസരം തുറന്നു കൊടുക്കുന്ന CPMനും കണ്ണ് വോട്ടിലാണ്. ഇവരാണ് ഒക്കെ ചങ്ങാതിമാർ. ഇവർക്ക് ഈ തെരഞ്ഞെടുപ്പിലും ലക്ഷ്യം ഇവർ തമ്മിലുള്ള അന്തർധാരയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പല പഞ്ചായത്തുകളിലും BJP ജയിപ്പിക്കാൻ CPMഉം CPM ജയിപ്പിക്കാൻ BJPയും തന്ത്രം പറഞ്ഞ് എന്തിനാണെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റ് ഞങ്ങൾക്ക് തുടർഭരണം നിങ്ങൾക്ക് എന്നുള്ള തന്ത്രമാണ്. ഈ തന്ത്രം കേരളത്തിൽ ആവിഷ്കരിച്ചിട്ട് കേരളത്തിലെ ജനങ്ങളെല്ലാം വിഡ്ഢികളാക്കി. ഇതൊന്നും CPM കുറെ തത്വങ്ങൾ പറയും. ഒരൊറ്റ കാര്യം ശ്രീ പഴവളം മധു, താങ്കൾ തന്നെ പറഞ്ഞു ഒരു CPMകാരെ BJPക്കാരനെ കൊന്നു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമായി BJPക്കാണ് നേട്ടമെന്ന്. നോക്കൂ, ഈ പിണറായി വിജയന്റെ ടെന്യൂറിൽ ഈ പറയുന്ന ക്ലാഷസ്, CPM BJP ക്ലാഷസ് തീരെ കുറഞ്ഞു വന്നു. മറ്റേത് LDF സർക്കാർ ഭരിക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ CPM RSS സംഘർഷം കുറവായിരുന്നു ടെന്യൂറിൽ.
ആ ഘട്ടം കഴിഞ്ഞു. ആ ഘട്ടം കഴിഞ്ഞു. ഇപ്പൊ അവരുടെ പരസ്പര ധാരണയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുന്നതിന് എതിരായി പ്രസംഗിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് ആ അഭിപ്രായത്തെ ശക്തമായി പ്രകടിപ്പിക്കാൻ കഴിയുമായിരുന്ന ഈ കഴിഞ്ഞ ദിവസം നടന്ന പ്രധാനമന്ത്രിക്കൊപ്പം പങ്കെടുത്ത ചടങ്ങിൽ ഒരു വാക്കുപോലും അദ്ദേഹം പറഞ്ഞില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വർഗീയ വിഷം ചീറ്റുന്ന പ്രധാനമന്ത്രിയും അമിത്ഷായും പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ അവർക്കെതിരായി ശബ്ദിക്കാൻ കഴിയുന്നില്ല. ഈ രാജ്യമാകെ BJPക്കെതിരായി അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടത്തുന്ന രാഹുൽ ഗാന്ധി ഒരു പ്രസംഗത്തിൽ BJPയെ വിമർശിച്ചില്ല എന്നതിന്റെ പേരിൽ ഞങ്ങൾക്ക് ആ വോട്ടുകൂടി തന്നേക്ക്, രാഹുൽ ഗാന്ധിക്ക് അതിന് കഴിയില്ല എന്ന് പറയുന്നത് എത്ര മ്ലേച്ഛമാണ്, എത്ര വില കുറഞ്ഞ കാര്യമാണ്. BJPക്കെതിരെ കോൺഗ്രസ് മാത്രമാണ്. CPM BJPയുമായി ചങ്ങാത്തത്തിലാണ്. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളും വിഴുങ്ങിയിരിക്കുന്നു. ചിത്രങ്ങളോട് പറയാനുള്ളത് ഒറ്റ വാക്കുകൂടി പറഞ്ഞു നിർത്താം. ചിത്രങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കേരളത്തിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള അഴിമതി ഉണ്ടല്ലോ, ആ അഴിമതി മൂടി വെക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നേതാക്കന്മാർ നടത്തുന്ന 10,000-കണക്കിന് കോടിയുടെ അഴിമതിയിൽ വിമർശനം നേരിടാൻ വേണ്ടിയാണ് ചെറുപ്പക്കാരുടെ ഭാര്യമാർക്ക്, DYFIയുടെയും SFIയുടെ നേതാക്കന്മാർക്ക് താങ്കൾ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ പോലും പിൻവാതിൽ നിയമനം ഉണ്ടെന്ന വിമർശനം പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ പിൻവാതിൽ നിയമനം കൊടുത്ത് അണികളെ തളർത്തിയിട്ട് കേരളത്തിൽ ഏകഛത്രാധിപത്യം നടത്തുന്ന പിണറായി വിജയന്റെ ഒരു തുടർഭരണം ഉണ്ടാക്കാൻ BJPയുടെ ചങ്ങാത്തം ആവശ്യമാണ്. പക്ഷെ അത് ഉണ്ടാകാൻ പോകുന്നില്ല മാത്രമല്ല, നിങ്ങൾ കേരളത്തിലെ അവസാനത്തെ ഭരണമായി മാറുകയും ചെയ്യും. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളൊക്കെ നാം കേട്ടതാണ്. എങ്കിൽ പോലും ഒരേ വേദിയിൽ തന്നെ ഒരാൾ ലീഗിനെ NDAയിലേക്ക് ക്ഷണിക്കുന്നു, മറ്റൊരാൾ പറയുന്നു ലീഗ് വർഗീയ കക്ഷിയാണ്, അവരുടെ പുള്ളികൾ മായുന്നില്ല, അത് സ്വീകരിക്കപ്പെടില്ല എന്ന് ഒരുതരം കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ്. UDFൽ NDAയിലേക്ക് വരാൻ അർഹരായ ഒരു കക്ഷിയായി ലീഗിനെ ശോഭാ സുരേന്ദ്രൻ വിവരിക്കുന്നു. അതിന് കുഞ്ഞാലിക്കുട്ടി മറുപടി പറയുന്നത് നിങ്ങൾക്ക് പറ്റിയ ആൾക്കാർ CPM ആണ്, അവരെ വിളിക്കൂ എന്നാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും എന്തുകൊണ്ടാകും BJP നിങ്ങളെ ക്ഷണിക്കുന്നത്? ഒന്ന്. രണ്ട്, അതേ വേദിയിൽ തന്നെ അതിനുശേഷം കെ സുരേന്ദ്രൻ പറയുന്നത് UP മോഡൽ ലവ് ജിഹാദ് നിയമം കേരളത്തിൽ കൊണ്ടുവരുമെന്നാണ്. ഇത് മുഴുവൻ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ്. വോട്ടർമാർ തന്നെ ആശയക്കുഴപ്പത്തിലായി പോകും ഇത്തരത്തിലുള്ള പ്രസ്താവന. BJPയുടെ, CPMന്റെ, കോൺഗ്രസിന്റെ ആരോപണങ്ങൾ ഇതെല്ലാം വായിക്കുമ്പോൾ വോട്ടർമാർ കൺഫ്യൂഷനിലായി പോകും. അജിംസ, ഇപ്പൊ ഈ പറഞ്ഞ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതാണെങ്കിലും ഇപ്പൊ അജിംസ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ BJPയും ലീഗുമായി ഒന്നിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ഇംപ്രോബബിലിറ്റിയാണ്, ഒരിക്കലും സാധിക്കാത്തൊരു കാര്യം. അതിനൊരു കാരണമുണ്ട്. അത് BJPയുടെ രാഷ്ട്രീയമാണ്. അതിനകത്ത് BJPയുടെ രാഷ്ട്രീയം RSSന്റെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൽ അവർ ചൂണ്ടിക്കാണിക്കുന്ന ശത്രു ആരാണ് എന്ന് ചോദിച്ചാൽ അത് ആ ശത്രുക്കളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ കൂടെ കൂട്ടി നിർത്താൻ വേണ്ടി ഒരു രാഷ്ട്രീയം BJP കളിച്ചാൽ BJPയുടെ രാഷ്ട്രീയ പൊളിയും. അതുകൊണ്ട് തന്നെ BJP അങ്ങനെ പറയുന്നത് ഒരിക്കലും സാധിക്കാത്ത ഒരു ഇംപ്രോബബിലിറ്റിയെ കുറിച്ചാണ് അവർ പറയുന്നത്. പിന്നെ ഇന്ന് സുരേന്ദ്രൻ പറഞ്ഞപ്പോൾ സുരേന്ദ്രൻ ഇന്ത്യ വിഭജിച്ച പാർട്ടി എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അതിന് സുരേന്ദ്രന് ഒരു കാര്യം മനസ്സിലാക്കി, ഇതൊക്കെ പറയുമ്പോൾ ഒന്നുകിൽ ചരിത്രം പഠിച്ചിട്ടുണ്ടാകണം, ഇല്ലെങ്കിൽ ചരിത്രം അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് നടിക്കുന്നതായിരിക്കും. 1937 ഹിന്ദു മഹാസഭയുടെ അഹമ്മദാബാദ് മീറ്റിംഗിൽ വെച്ചിട്ടാണ് ഇന്ത്യയുടെ വിഭജനത്തെക്കുറിച്ച് ആദ്യമായി ചർച്ച ചെയ്യുന്നത്. അന്ന് പ്രസംഗിച്ചത് VD സവർക്കറാണ്. ആ വിഭജനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ആ വിഭജനത്തെക്കുറിച്ച് അന്ന് ആഗ്രഹിച്ചിരുന്ന ആളുകളൊക്കെ ഇന്ന് ഇന്ത്യയിലുണ്ട്. ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റ്സിലൊക്കെ അവർ ചർച്ച ചെയ്തിട്ടുണ്ട്. അന്ന് ഇന്ത്യ വിഭജിക്കേണ്ട എന്ന് പറഞ്ഞ മുസ്ലിം ലീഗുകാർ, വിഭജിക്കണമെന്ന് പറഞ്ഞവരുണ്ടാവും, വിഭജിക്കലുണ്ടാവും. വിഭജിക്കേണ്ട എന്ന തീരുമാനത്തിനോടൊപ്പം നിന്ന്, വിഭജിക്കേണ്ട എന്ന തീരുമാനത്തിനോടൊപ്പം നിന്ന ശിഷ്ട മുസ്ലിം ലീഗുകാർ അവരാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. വിഭജിക്കേണ്ട എന്ന് പറഞ്ഞവർ, വിഭജിക്കണമെന്ന് വാദിച്ചവരുടെ പാർട്ടി ഇന്ന് ഇന്ത്യ ഭരിക്കുകയാണ്. വിഭജിക്കണമെന്ന് ആഗ്രഹിച്ച ആളുകൾ വിഭജിച്ചു പോയി കഴിഞ്ഞു. വിഭജിക്കേണ്ട എന്ന് പറഞ്ഞ മുസ്ലിം, അപ്പൊ അവരെ ആ വിശേഷണം ചരിത്രത്തിനോടുള്ള ഒരു വെല്ലുവിളിയാണ് നടത്തുന്നത്. ഒന്നുകിൽ ചരിത്രം നോക്കണം, ഇല്ലെങ്കിൽ ഇത് വായിച്ചിട്ട് വേണം പറയാൻ, ഇല്ലെങ്കിൽ അറിഞ്ഞിട്ട് മറച്ചു വെച്ച് കള്ളം പറയാൻ പാടില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ വിഷയത്തിലൂടെയൊക്കെ രാഷ്ട്രീയം നമ്മൾ സംസാരിച്ചു പോകുമ്പോൾ കേരളത്തിലൊരു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം മതവും ജാതിയും ലവ് ജിഹാദും ഒന്നുമല്ല. ഇവിടെ 3 രൂപ 58 പൈസയ്ക്ക് ടാക്സ് കൊടുത്തിരുന്ന ഡീസലിന് 32 രൂപ ടാക്സ് ഇന്ന് കേന്ദ്ര സർക്കാർ മേടിക്കുന്നു. 3 രൂപ 58 രൂപ ടാക്സ് ആണ് 2014 മേടിച്ചത്. 32 രൂപയുടെ ടാക്സ് മേടിച്ചിട്ട് ഒരു വേദനയും ആർക്കുമില്ല. 16.75% സ്റ്റേറ്റിന്റെ വാറ്റ് 2016 മേടിച്ചുകൊണ്ടിരുന്നത് ഇന്ന് ഡീസലിന് മേടിക്കുന്നത് 31.5%. നമ്മൾ 18 രൂപയോളം ടാക്സ് ആയിട്ട് കൊടുക്കുന്നു. മുമ്പ് കൊടുത്തിരുന്നത് 4.5 രൂപയാണ്. ഈ സിറ്റുവേഷനെ അഡ്രസ്സ് ചെയ്യാതെ ജനങ്ങളുടെ ജനകീയ പ്രശ്നം, ഇന്ത്യയുടെ മുഴുവൻ വില വർധനവിനെ ബാധിക്കുന്ന ഒരു വിഷയം.
രണ്ട്, ഇതുപോലെ തന്നെ ബഫർ സോണിന്റെ ഇഷ്യൂ ഇവിടുത്തെ കർഷകരെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രശ്നം. 2019 ക്യാബിനറ്റ് തീരുമാനം കൊടുത്ത റെക്കമെൻഡേഷൻ പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് ഇംപ്രോപ്പർ ആയതുകൊണ്ട് ഒരു ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കിലോമീറ്ററുകളോളം ഇവിടെ കർഷകരെ അധ്വാനിച്ച അവരുടെ ഭൂമി ഉപയോഗിക്കുന്നതിന് തടസ്സം വന്നിരിക്കുന്നു. ഈ ഇഷ്യൂ ചർച്ചയിൽ എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട് PSC എന്ന് പറഞ്ഞൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ആർട്ടിക്കിൾ 308 പോലും നമ്മൾ വായിച്ചാൽ PSC കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്തിനാണ്? ഭരണഘടനാ നിർമ്മാണ വേളയിൽ ദിവസങ്ങളോളം ചർച്ച ചെയ്തു പബ്ലിക് സർവീസ് എങ്ങനെയായിരിക്കണമെന്ന്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ PSC കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇൻഡിസ്ക്രിമിനേറ്റഡ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് നടത്താൻ വേണ്ടി തീരുമാനമെടുത്തു. അതിലൊരു ബോഡി ഉണ്ടാക്കി. അതിൽ കുഴപ്പമുണ്ടായി, ബാക്ക് ഡോർ എൻട്രി നടത്തി. അത് UDF ആകട്ടെ LDF ആകട്ടെ അത് നടത്തുന്നു എന്ന് പറയുന്നതിന്റെ തെറ്റ് അത് ചർച്ച ചെയ്യുമ്പോൾ അത് വീണ്ടും നടത്തുമെന്ന് പറഞ്ഞ് ഇന്നും നടത്തുന്നു. ഇന്നലത്തെ ദിവസം ഓർഡർ ഇഷ്യൂ ചെയ്തിരിക്കുകയാണ്. ഇത് നടത്തിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളോടുള്ള വെല്ലുവിളിയില്ലേ, അതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. കുടിവെള്ള പ്രശ്നം ഈ ഇത്തരത്തിലുള്ള ജനകീയ പ്രശ്നങ്ങളെ മറികടക്കാൻ അവിടെയാണ് ഇത്തരത്തിലുള്ള ജനകീയ പ്രശ്നങ്ങളെ മറികടക്കാൻ BJP CPM-നെ സഹായിക്കുന്നു ഇത്തരം ഈ ലവ് ജിഹാദ് നിയമം എന്നൊക്കെ പറഞ്ഞുകൊണ്ടെന്നാണോ നിങ്ങൾ ആരോപിക്കുന്നത്? ഇവർക്ക് രണ്ടു കൂട്ടർക്കും, അതായത് ഭരണത്തിലിരിക്കുന്നവർക്ക് എപ്പോഴും ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തേ മതിയാവൂ. കോൺഗ്രസ് ചിലപ്പോൾ ജനകീയ പ്രശ്നം അഡ്രസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻ 2014 ഇന്ന് കോൺഗ്രസ് അധികാരത്തിലില്ല. അധികാരത്തിലുള്ളത് CPM-ഉമാണ്, അധികാരത്തിലുള്ളത് BJP-യുമാണ്. ജനകീയ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യപ്പെടാതിരിക്കേണ്ടത് അവർക്കാണ്. ഇപ്പൊ നമുക്കറിയാം 2014 തെരഞ്ഞെടുപ്പിൽ തൊട്ടു മുമ്പായിട്ട് നമ്മുടെ അരവിന്ദ് കെജ്രിവാളും ഇദ്ദേഹവും ഒക്കെ വന്നില്ലേ, വലിയ സമരങ്ങൾ നടത്തില്ല കറപ്ഷനെതിരെ. ആ കറപ്ഷനെതിരെയുള്ള സമരങ്ങൾ ഇന്നില്ല. ഇന്ന് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഫാർമേഴ്സിന്റെ ബില്ലുകൾ ഉണ്ടാക്കി ഫാർമേഴ്സ് 100 ദിവസം സമരം ചെയ്യുമ്പോൾ കറപ്ഷനെതിരെ സമരമില്ല. ഇതിന്റെ പിറകിലൊരു കറപ്ഷനില്ലേ? ബാക്ക്ഡോർ അപ്പോയിന്റ്മെന്റ് പിറകിലൊരു കറപ്ഷനില്ലേ? ഈ കറപ്ഷൻ ഒന്നും ചർച്ചയില്ലാതെ നമ്മളെ ചർച്ച ചെയ്യിക്കുന്നത് ഇവിടുത്തെ ഹിന്ദു വോട്ട് എങ്ങോട്ട് പോകും, മുസ്ലിം വോട്ട് എങ്ങോട്ട്, ഇതൊന്നും നിർത്തിയാൽ തന്നെ, ഇത്തരം ചർച്ചകൾ നിർത്തിയാൽ മാത്രമേ ജനാധിപത്യം, യഥാർത്ഥ ജനാധിപത്യം എന്തിനായിരുന്നു ഈ രാജ്യത്ത് കൊണ്ടുവന്നിരുന്നത്, ആ ജനാധിപത്യം മുഹമ്മദ് ഷാ ഒരു കാര്യം കൂടി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, അങ്ങനെയല്ല, അങ്ങനെ പറഞ്ഞു പോകാൻ കഴിയില്ല. ഇന്നലെ ഈ മീഡിയ വണിൽ തന്നെ ഒരു ചാനൽ ചർച്ചയിൽ BJP-യുടെ വക്താവ് B. ഗോപാലകൃഷ്ണൻ പറഞ്ഞു, നോക്കൂ BJP അജണ്ട സെറ്റ് ചെയ്തിരിക്കുന്നു, രണ്ട് മുന്നണികളും അത് ഫോളോ ചെയ്യുന്നു. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ പറഞ്ഞു മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയാണ് എന്ന്, CPM അത് ഫോളോ ചെയ്യുന്നു. വിജയരാഘവൻ ദിവസവും ലീഗിനെ അറ്റാക്ക് ചെയ്യുന്നു. ഞങ്ങൾ ശബരിമല വിഷയം ഉയർത്തി, നോക്കൂ UDF ശബരിമല വിഷയം ഏറ്റെടുക്കുന്നു. അപ്പോൾ BJP അജണ്ട സെറ്റ് ചെയ്തിട്ട് അത് CPM-നെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് പറയാൻ കഴിയില്ല. കാരണം അവരുടെ അജണ്ടയിൽ നിങ്ങളും വീണു. ശബരിമല വിഷയം അവർ ഉയർത്തി, നിങ്ങൾ ഏറ്റെടുത്തു, ശരിയല്ലേ? ശബരിമല വിഷയം ഒരു BJP-യുടെ അജണ്ടയല്ല. ശബരിമല വിഷയം ഒരു ഡിസ്ക്രിമിനേഷന്റെ ക്വസ്റ്റ്യനാണ്. ശബരിമല വിഷയം വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. ആർട്ടിക്കിൾ 25-ന്റെ പ്രശ്നമാണ്. ആർട്ടിക്കിൾ 14-ന്റെ ക്വസ്റ്റ്യനാണ്. ശബരിമല വിഷയത്തിൽ ഒരു വിശ്വാസം എങ്ങനെയാണ് നടപ്പാക്കേണ്ടത് എന്ന് വിശ്വാസികൾ തീരുമാനിക്കുമ്പോൾ അതിന്റെ മേലെ എൻക്രോച്ച്മെന്റ് ഉണ്ടായാൽ അതിനെ ഇന്റർഫിയർ ചെയ്യേണ്ടത് ഗവൺമെന്റാണ്. ഗവൺമെന്റ് അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഗവൺമെന്റ് അത് ഇന്റർഫിയർ ചെയ്യാം, വിശ്വാസികളുടെക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇതാണ് എന്ന് ഗവൺമെന്റ് അഫിഡവിറ്റ് കൊടുത്താണ് അതിനകത്തെ പ്രശ്നം. അതെല്ലാം ഭരണഘടനാപരമായ മൗലികാവകാശങ്ങളുടെ പ്രശ്നങ്ങളാണ് ആ നിൽക്കുന്നത്. ശബരിമല വിഷയത്തെ നിങ്ങൾ അങ്ങനെ കാണും. ശബരിമല വ്യത്യസ്തം. അത് BJP-യുടെയോ RSS-ന്റെയോ ഒന്നും പ്രശ്നമല്ല, അത് വിശ്വാസിയുടെ പ്രശ്നമാണ്. വിശ്വാസമില്ലാത്തവർക്ക് അത് മനസ്സിലാവില്ല. അത് ഹിന്ദുവിന്റെ മാത്രം വിഷയമല്ല, അത് മുസ്ലിമിന്റെയും പ്രശ്നമാണ്, ക്രിസ്ത്യാനിയുടെയും പ്രശ്നമാണ്. ഈ ജനകീയ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ശബരിമല പോലെ ഒരു വിഷയം എടുത്തിടുമ്പോൾ എന്താണ് മുങ്ങിപ്പോകുന്നത്? നിങ്ങളും അത് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ തന്നെ ആരോപിക്കുന്നു BJP CPM-നെ രക്ഷിക്കാൻ വേണ്ടി ഇത്തരം വിഷയങ്ങൾ എടുത്തിടുന്നുവെന്ന്. നിങ്ങൾ അത് എടുത്തിടുമ്പോൾ നിങ്ങൾ തന്നെ ഉന്നയിക്കുന്ന ജനകീയ പ്രശ്നങ്ങൾ അതിൽ മുങ്ങിപ്പോവുകയാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ജനകീയ പ്രശ്നങ്ങൾക്കാണ്. ഞാൻ പറയുന്നത് ഹിന്ദുവിന്റെ വോട്ട്, മുസ്ലിമിന്റെ വോട്ട്, ക്രിസ്ത്യാനിയുടെ വോട്ട് എന്ന് പറഞ്ഞ് വേർതിരിച്ചുകൊണ്ടുള്ള വോട്ടുകൾ കണ്ടുകൊണ്ട് ക്യാമ്പയിൻ ചെയ്ത് കൺസൾട്ടൻസിന്റെ നിർദ്ദേശപ്രകാരം ക്യാമ്പയിൻ സെറ്റ് ചെയ്താൽ ഉണ്ടാകുന്ന കുഴപ്പമാണിത്. ജനങ്ങളുടെ വോട്ട് എന്ന് പറഞ്ഞ് അഡ്രസ് ചെയ്തു, വോട്ട് വരും, നമുക്കറിയാം, പലയിടത്തും അങ്ങനെ ജയിച്ചു വന്നിട്ടുണ്ട്. നിങ്ങൾ ഇതിലേക്ക് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് പോകുമ്പോൾ ജനങ്ങളുടെ ജനകീയ പ്രശ്നങ്ങളിൽ ഈ ജനങ്ങളാണ് നഷ്ടപാളികൾ. നമ്മൾ ജനങ്ങൾക്ക് ചെറിയ എന്തെങ്കിലും ഒരു ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ടാക്സ് മണിയിൽ നിന്നും നമ്മൾ കൊടുക്കുന്ന ടാക്സിൽ നിന്നും നമുക്ക് നൽകുന്ന കാര്യങ്ങൾ നമുക്കൊരു ഔദാര്യമായി തരുന്നു എന്ന് ഭരണാധികാരി പറഞ്ഞാൽ അത് ഔദാര്യമല്ല, അതിന്റെ അവകാശമാണെന്ന് പറയാൻ ജനങ്ങൾക്ക് കഴിയണം. ജനകീയ പ്രശ്നങ്ങൾ തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ ഈ വർഗീയ വിഷയങ്ങൾ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ വരാൻ താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് ജയസൂര്യൻ, അവിടെയാണ് ഈ പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത്. ഇവിടെ നിങ്ങൾ ഈ ലവ് ജിഹാദ് വിഷയം ഉന്നയിക്കുന്നു, ശബരിമല വിഷയം നിങ്ങളാണ് ഉന്നയിച്ചതെന്ന് പറയുന്നു, ലീഗിനെ ആക്രമിക്കുന്നു, നിങ്ങൾ അജണ്ട സെറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പരോക്ഷമായി അത് CPM-നെ സഹായിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, ഞാൻ മുമ്പ് ഈ ചർച്ച തുടങ്ങുമ്പോൾ ചൂണ്ടിക്കാട്ടിയ പുസ്തകമുണ്ടല്ലോ,
ആ പുസ്തകത്തിൽ ഒരു കാര്യം കൂടി താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ RSS CPM സംഘർഷം അവസാനിക്കാൻ വേണ്ടി ഇപ്പോൾ സർക്കാർ 4 ഏക്കർ അനുവദിച്ചുള്ള ശ്രീ M അദ്ദേഹത്തിന്റെ മധ്യസ്ഥയിൽ നടന്ന യോഗത്തെക്കുറിച്ച് ആ പുസ്തകത്തിൽ വിശദമായ പരാമർശമുണ്ട്. അതിൽ RSS നേതാക്കളാണ് പങ്കെടുത്തത്, BJP നേതാക്കൾ ആരുമില്ല. എങ്കിൽ പോലും ഗോപാലൻകുട്ടി മാസ്റ്റർ മുതൽ വത്സൻ തില്ലങ്കേരി മുതൽ അതുപോലെ ജന്മഭൂമി മാനേജിംഗ് ഡയറക്ടർ M രാധാകൃഷ്ണൻ മുതൽ S സേതുമാധവൻ പോലുള്ള RSS നേതാക്കളാണ് ആ ചർച്ചയിൽ പങ്കെടുത്ത. ആ ചർച്ചയിൽ കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും എല്ലാം പങ്കെടുത്തു എന്നാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. ആ പുസ്തകം അധികം ചർച്ചയായിട്ടില്ല, കാരണം ലോക്ഡൌൺ കാലത്ത് പുറത്തിറങ്ങിയ പുസ്തകമായത് കൊണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ധാരണ RSSഉം ഈ CPM തമ്മിൽ ഉണ്ടെങ്കിൽ BJP സ്വാഭാവികമായും അതിന്റെ ഗുണഭോക്താക്കളാവുകയോ അതിൽ പങ്കാളികളാവുകയോ ചെയ്യും എന്ന് ന്യായമായി സംശയിക്കാം. അങ്ങനെ ആരോപണം ഉന്നയിക്കാം കോൺഗ്രസിനും ലീഗിനും. അങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് മറ്റു പല വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടാകും. പക്ഷെ സത്യത്തിൽ കേരളത്തില് രാഷ്ട്രീയ സാമൂഹിക അവസ്ഥകളെ വ്യക്തമായി മനസ്സിലാക്കുന്ന എല്ലാവർക്കും അറിയാൻ കഴിയും. CPM-ഉം RSS-ഉം അല്ലെങ്കിൽ CPM-ഉം BJP-യും തമ്മിൽ ഒരു സഖ്യമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. അത് വിശ്വാസയോഗ്യമേ അല്ല ഒരർത്ഥത്തിൽ. കാരണം അങ്ങനെയുള്ള ഒരു പശ്ചാത്തലം എവിടെയില്ല. മാത്രമല്ല, ബദ്ധവൈരികൾ എന്നുള്ള നിലയിൽ പരസ്പരം പോരടിക്കുകയും ആ തരത്തിൽ രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും നിലപാട് വ്യക്തമാക്കുകയും ആശയപരമായി വിരുദ്ധമായിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഈ രണ്ട് പ്രസ്ഥാനങ്ങളെ ഒന്നാണ് എന്ന് വരുത്തി തീർക്കേണ്ടത് മറ്റു പലരുടെയും ആവശ്യമായിരിക്കാം. അതിന്റെ കാരണം ഇതാണ്. ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം നേരിടുന്നത് LDF-ഉം UDF-ഉമാണ്. അവരുടെ അസ്തിത്വ പ്രശ്നമാണത്. കാരണം ആ അസ്തിത്വ പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിന്റെ അതിർത്തി വിട്ടു കഴിഞ്ഞാൽ LDF, UDF ഇല്ലല്ലോ, CPM-ഉം കോൺഗ്രസും ഇല്ലല്ലോ, രണ്ടും ഒന്നല്ലേ, ഒരൊറ്റ മുന്നണിയല്ലേ. അപ്പോൾ കേരളത്തിനകത്ത് വന്നിട്ട് ഞങ്ങൾ എങ്ങനെ പ്രതിനിധിക്കും, ഞങ്ങൾ എങ്ങനെ കോൺഗ്രസിനെ എതിർക്കും, കോൺഗ്രസ് എങ്ങനെ CPM-നെ എതിർക്കും എന്നിങ്ങനെയുള്ള ഒരു വലിയ അസ്തിത്വ പ്രശ്നമുണ്ട്. അവിടെയാണ് മുഹമ്മദ് ഷാ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാകുന്നത്. ഞാൻ അദ്ദേഹത്തോട് യോജിക്കുകയാണ്, മുഹമ്മദ് ഷായോട് യോജിക്കുകയാണ്. ഇവിടെ തിരഞ്ഞെടുപ്പ് വിഷയങ്ങൾ എന്ന് പറയുന്നത് കേവലം വർഗീയമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമല്ല. അപ്പോൾ അവിടെ ജാതി, മതം, ന്യൂനപക്ഷം, ഭൂരിപക്ഷം, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എന്നൊന്നും പറഞ്ഞ് വഴിതിരിച്ചുവിടേണ്ട കാര്യമല്ല. വികസനത്തെ കുറിച്ച് സംസാരിക്കൂ. നിങ്ങളല്ലേ ലവ് ജിഹാദ് വിഷയം പോയിന്റ് ചെയ്യുന്നത് ശ്രീ ജയസൂര്യൻ? ഇന്ന് കെ സുരേന്ദ്രന്റെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം എന്താണ്? UP മോഡൽ ലവ് ജിഹാദ് നിയമം കൊണ്ടുവരുമെന്നാണ്. ആ നിയമം എന്തിനാണ്, ആർക്കെതിരാണ് എന്നൊക്കെ ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം. നിങ്ങൾ നടപ്പാക്കുന്നുമുണ്ട് അത്. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുന്ന വിഷയങ്ങൾ അതിൽ ഒരെണ്ണം മാത്രം എടുത്തിട്ട് അത് ഹൈലൈറ്റ് ചെയ്ത് അത് മാത്രമേ ഉള്ളൂ എന്ന് വ്യാഖ്യാനിക്കുന്നിടത്താണ് വർഗീയത. അവിടെയാണ് ദുഷ്ഫലാക്കുന്നത്. അപ്പോൾ ഈ വികസനത്തെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുകയും സംസാരിച്ചതൊക്കെ നടപ്പാക്കുകയും ചെയ്ത ഒരു പാർട്ടി എന്നുള്ള നിലയിൽ 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചതാണ് 2014 കെ സുരേന്ദ്രൻ. 50 രൂപയ്ക്ക് രാജ്യത്ത് മോദി പെട്രോൾ കൊടുക്കും. എന്നിട്ട് ഇന്നത്തെ അവസ്ഥ എന്താണ്? അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടോ കെ സുരേന്ദ്രൻ? അതല്ലേ അടിസ്ഥാന ജനകീയ പ്രശ്നം? അല്ല, അതേക്കുറിച്ച് കേന്ദ്ര ധനകാര്യമന്ത്രി തന്നെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. ഇത് GST-യുടെ കീഴിൽ കൊണ്ടുവന്നാൽ ഇന്നും 50 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് GST അംഗീകരിക്കാത്തത്? അപ്പൊ ആ GST അംഗീകരിച്ചു കഴിഞ്ഞാൽ ആരാണ് അംഗീകരിക്കാത്തത് ജയസൂര്യൻ? ആരാണ് അംഗീകരിക്കാത്തത് ജയസൂര്യൻ? സംസ്ഥാന ഗവൺമെന്റുകളുടെ പൊതുവായിട്ടുള്ള അംഗീകാരം കിട്ടിയാൽ മാത്രമല്ലേ GST കൗൺസിൽ ഇത് പാസ്സാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു നീക്കമുണ്ടാക്കണ്ടേ? അതിന് കോൺഗ്രസും CPM-ഉം ഒക്കെ മുൻകൈ എടുക്കുമോ? അതിന് പകരം ഈ രാജ്യത്തെ ഏറ്റവും വലിയ വില കൂടിയ രാജസ്ഥാനിൽ പെട്രോൾ വിൽക്കും. കേരളത്തിൽ നമ്മൾ ചർച്ച ചെയ്യും. കേരളത്തെക്കാൾ കൂടുതൽ രാജസ്ഥാനിലെ കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിലാണല്ലോ പെട്രോളിനും ഡീസലിനും രാജ്യത്തെ ഏറ്റവും വലിയ വില. അങ്ങനെയാണെങ്കിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ കേരളം ഭരിക്കുന്ന CPM-ഉം രാജസ്ഥാൻ ഭരിക്കുന്ന കോൺഗ്രസും ഒന്നിച്ചിരുന്നുകൊണ്ട് BJP-യോട് അത് ശരി. 200% നിങ്ങൾ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി ചുമത്തിയിട്ട് നിങ്ങൾ സംസ്ഥാനങ്ങളോട് നികുതി കുറയ്ക്കാൻ ആവശ്യപ്പെടുന്ന ഏത് തരത്തിലുള്ള ന്യായമാണ് ശ്രീ ജയസൂര്യൻ? അതായത് ക്രൂഡ് ഓയിലിന് ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വില കുറവുള്ളപ്പോൾ പോലും നിങ്ങൾ എക്സൈസ് ഡ്യൂട്ടി കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് സംസ്ഥാനങ്ങൾക്ക് പോകുന്നതല്ല, അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി കേന്ദ്രത്തിന് മാത്രം ലഭിക്കുന്ന നികുതി. പറയാം, ഈ നികുതി എന്ന് പറയുന്നത് സംസ്ഥാനത്തിന് കിട്ടുന്നുണ്ട്, കേന്ദ്രത്തിന് കിട്ടുന്നുണ്ട്. അപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിൽക്കുമ്പോൾ കിട്ടുന്ന നികുതി കേന്ദ്രത്തിന്റെ ആണെങ്കിലും സംസ്ഥാനത്തിന്റെ ആണെങ്കിലും ഈ തരത്തിലുള്ള വാദപ്രതിവാദങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് കേന്ദ്രം പറഞ്ഞത്. GST ആക്കൂ. അപ്പൊ പിന്നെ ഈ പ്രശ്നമൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. കേന്ദ്രം കൊണ്ടുപോയി, കേരളം കൊണ്ടുപോയി, അവിടെ കേരളമാണ് കൂടുതൽ, കേന്ദ്രമാണ് കൂടുതൽ, ഒരു തർക്കവും വേണ്ടല്ലോ. അപ്പോൾ രാജ്യവ്യാപകമായിട്ട് GST കൊണ്ടുവന്നാൽ പിന്നെ ഈ പ്രശ്നമില്ലല്ലോ. തുല്യം 50-50 കിട്ടുമല്ലോ കേരളത്തിനും കേന്ദ്രത്തിനും. അത് അനുവദിക്കാതിരിക്കുന്നതാണ്. GST കൊണ്ടുവന്നതുകൊണ്ട് മാത്രം പെട്രോൾ വില കൂടാതിരിക്കില്ലല്ലോ. അതിന്റെ അന്താരാഷ്ട്ര പ്രൈസ് അനുസരിച്ച് കമ്പനികൾ വില കൂട്ടുകയാണ്. നികുതിയുടെ ഘടനയിലെ വ്യത്യാസം വരുന്നുള്ളൂ.
അല്ല, നികുതിയുടെ ഘടനയാണല്ലോ ഇന്ന് ഇവിടുത്തെ പ്രശ്നം. അല്ലാതെ പെട്രോൾ ഡീസൽ വില അല്ലല്ലോ പ്രശ്നം, നികുതിയുടെ ഘടനയാണല്ലോ പ്രശ്നം. അത് മാത്രമാണോ പ്രശ്നം ഞാൻ ചോദിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞോട്ടെ, ആ പെട്രോളിന് നമ്മൾ ഇന്ന് വില കൊടുക്കുന്നതിന് 3 ഉള്ളൂ പെട്രോളിന്റെ യഥാർത്ഥ വില. ബാക്കി 3 നികുതിയല്ലേ. അത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ GST കൊണ്ടുവന്ന് തുല്യമായി വീതിച്ചാൽ ആ പ്രശ്നം തീരില്ലേ? അപ്പോൾ 50 രൂപ 51 രൂപയ്ക്ക് പെട്രോളും ഡീസലും കിട്ടുമല്ലോ. അത് പറയുമ്പോൾ എന്താണ് ആരും അംഗീകരിക്കാത്തത്? കേരളത്തിൽ തോമസ് ഐസക് പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന്. തോമസ് ഐസക് പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന്. തോമസ് ഐസക് എന്താ പറഞ്ഞത്? പിണറായി വിജയൻ എന്താ പറഞ്ഞത്? ഞങ്ങൾ സമ്മതിക്കും. തോമസ് ഐസക് എപ്പോഴാ പറഞ്ഞത് എതിർപ്പില്ല എന്ന്? ഞാൻ കേട്ടില്ലല്ലോ അങ്ങനെ. ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണല്ലോ അദ്ദേഹം ഘട്ടംബ്രേക്കായിട്ട് പറഞ്ഞത്. മിനിയാന്നാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഉണ്ടായത്. ഏതായാലും നമുക്ക് അതിൽ തർക്കിക്കണ്ട. ഞാൻ വരാം താങ്കളിലേക്ക് മറ്റതിഥികളിലേക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ PP ചിത്തരഞ്ജൻ, നോക്കൂ, ജനകീയ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ മുഹമ്മദ് ഷാ അവിടെ ചൂണ്ടിക്കാട്ടി, അത് തൊഴിലില്ലായ്മ മുതൽ ഈ ഇന്ധന വില വർധന മുതൽ അങ്ങനെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ഈ സമയത്തുണ്ട്. അതിൽ ചില കാര്യങ്ങളിൽ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത് കേന്ദ്ര സർക്കാരിനെ തന്നെയാണ്. അപ്പോൾ ഇത് കൃത്യമായി തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് പറയണ്ടേ? നിങ്ങളത് പറയുന്നുണ്ടോ എന്നാണ് ചോദ്യം. അതൊരു പ്രശ്നം കൂടിയാണ്. കാരണം ജനങ്ങൾ ഇപ്പോൾ നേർക്ക് നേരെ അനുഭവിക്കുന്ന തൊഴിലില്ലായ്മ, അതുപോലെ ഇന്ധന വില വർധന, ഈ വിഷയത്തിൽ കേന്ദ്രത്തെ വിചാരണ ചെയ്യാൻ LDF ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണെന്നൊരു ചോദ്യം പ്രസക്തമാണ്. ശ്രീ PP ചിത്തരഞ്ജൻ, കേന്ദ്ര ഗവൺമെന്റിനെ പിന്നെ ആരാ ചോദ്യം ചെയ്യുന്നത്? ഞങ്ങളല്ലാതെ. UDF കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ. കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെന്റിനെയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായും വർത്തമാനം പറയുന്നതല്ലാതെ ഒരക്ഷരം ഇവിടെ പ്രതിപക്ഷ നേതാവോ UDFന്റെ നേതാക്കളോ പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം പത്രസമ്മേളനം നടത്തുന്നവരാണല്ലോ. എന്തേ മിണ്ടാത്തത്? അവർ പറയട്ടെ. ഞങ്ങളല്ല, വേറെ ആരാ പറയുന്നത്? ഇന്ധന വിലവർദ്ധനവുമായി ബന്ധപ്പെട്ട പ്രശ്നമായാലും കേന്ദ്രത്തിലെ കർഷക വിരുദ്ധ നിലപാടുകളായാലും ഈ രാജ്യത്ത് സമരം ചെയ്യുന്ന ആരാണ്? ഈ കേരളത്തിൽ ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള സമരമല്ലേ ഇപ്പോഴും നടന്നു വരുന്നത്? കർഷക പ്രക്ഷോഭണത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ എത്ര ദിവസമായി? 60-65 ദിവസക്കാലമായി കേരളത്തിൽ ഞങ്ങളുടെ കർഷക സംഘടനകളുടെ നേതൃത്വത്തിലല്ലേ കേന്ദ്ര ഗവൺമെന്റ് കർഷക വിരുദ്ധ നിലപാടിനെതിരായി സമരം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് ട്രാക്ടർ ഓടിച്ചു. അദ്ദേഹം ട്രാക്ടർ ഓടിക്കേണ്ടത് എവിടെയാ? അദ്ദേഹം നിൽക്കേണ്ടത് എവിടെയാ? അദ്ദേഹം നേതൃത്വം കൊടുക്കേണ്ടത് എവിടെയാ? ഇവിടെ വയനാട്ടിലാണോ? വയനാട്ടിൽ വന്ന് ട്രാക്ടർ ഓടിച്ചിട്ട് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കർഷക ദ്രോഹ നയമാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അതൊക്കെ ഇന്ത്യയിലെ കർഷകരുടെ സമരമാണോ? അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിലുള്ള വസ്തുതകൾ നിങ്ങൾ പരിശോധിക്കൂ. കേന്ദ്രത്തിന്റെ തെറ്റായ നയങ്ങൾക്കെതിരായി, കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരായി, അത് സംസ്ഥാനങ്ങളുടെ ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ അത് ഇല്ലാതാക്കുമ്പോൾ അതിനെല്ലാം എതിരായി ശക്തമായി പ്രതിരോധിക്കുകയല്ലേ ഞങ്ങൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ധനകാര്യമന്ത്രി, ഞങ്ങളുടെ മുഖ്യമന്ത്രി പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടില്ലേ? പിന്നെ ഒരു മുഖ്യമന്ത്രിക്ക് ഒരു പരിമിതിയുണ്ട്. വെറും അന്ധമായ ചുമ്മാതെ രാഷ്ട്രീയമായി പാർട്ടി നേതാക്കന്മാർ, ഞങ്ങളുടെ പാർട്ടിയുടെയോ അല്ലെങ്കിൽ മറ്റ് ഇടതുപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാർ സംസാരിക്കുന്ന രൂപത്തിൽ ഒരു ഭരണാധികാരിക്ക് സംസാരിക്കാനൊക്കില്ല. വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കാനൊക്കത്തുള്ളൂ. അദ്ദേഹം പറയേണ്ട സമയത്ത് കൃത്യമായി പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ വെറുതെ രാഷ്ട്രീയ നേതാക്കന്മാർ ഒരു മുഖ്യമന്ത്രി കസേരയിലിരിക്കുമ്പോൾ ആ കസേരയുടെ ഉത്തരവാദിത്വവും അതിന്റെ പരിപാലനത്വവും പാലിച്ചുകൊണ്ട് മാത്രമേ ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളുടെ ഒരു മര്യാദ മുഖ്യമന്ത്രി പാലിക്കുന്നത്. ശ്രീ ചിത്തരഞ്ജൻ, ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ മര്യാദ, രാഷ്ട്രീയ മര്യാദ അദ്ദേഹം പാലിക്കുന്നു. ശരി ശരി, ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. CPMന്റെ നിലവിലെ ആക്ടിംഗ് സെക്രട്ടറി ഉണ്ടല്ലോ, CPMന്റെ നിലവിലെ ആക്ടിംഗ് സെക്രട്ടറി A. വിജയരാഘവൻ, അദ്ദേഹം ചുമതലയേറ്റതിനു ശേഷം അദ്ദേഹം എത്രയോ വാർത്താ സമ്മേളനം നടത്തി. അദ്ദേഹം എത്ര പ്രാവശ്യം കേന്ദ്രത്തെ വിമർശിക്കാൻ അദ്ദേഹത്തിന്റെ ആ സമയം ഉപയോഗിച്ചിട്ടുണ്ട്? അല്ലെങ്കിൽ BJP അദ്ദേഹം എത്ര തവണ വിമർശിച്ചിട്ടുണ്ട്? അദ്ദേഹം ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത് ആരെയാണ്? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞങ്ങളുടെ ഇപ്പൊ LDFന്റെ ജാഥ നടക്കുകയുണ്ടായി. നിങ്ങൾ ഞങ്ങളുടെ 2 ജാഥകൾ ഈ സംസ്ഥാനത്ത് പര്യടനം നടത്തി. ആ ജാഥയിൽ പ്രസംഗിച്ചിട്ടുള്ള ജാഥ ക്യാപ്റ്റന്മാരായിട്ടുള്ള സഖാവ് A. വിജയരാഘവനായാലും സഖാവ് ബിനോയ് വിശ്വമായാലും ജാഥയിൽ പ്രസംഗിച്ചിട്ടുള്ള ഓരോ നേതാക്കന്മാരും ഞങ്ങളുടെ സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ സമയം ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ വർഗീയതയ്ക്കും അതുപോലെ തന്നെ ജനവിരുദ്ധമായ നയങ്ങൾക്കുമെതിരായിട്ടാണ് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. അതിനെതിരെ ഒരക്ഷരം പിണ്ടാത്ത കേരളത്തിലെ UDFനെ തുറന്നു കാണിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഞങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വികസനവും ക്ഷേമവും ആ പ്രവർത്തനങ്ങളും ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിലാണ് ഉയർത്തി കാണിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുള്ളത്.
ഞങ്ങളുടെ പാർട്ടിയുടെ ആക്ടിംഗ് സെക്രട്ടറി ആയാലും LDF നേതാക്കന്മാരായാലും വളരെ വ്യക്തമായി BJPയുടെ നയങ്ങൾക്കെതിരായി സംസാരിക്കേണ്ട സന്ദർഭങ്ങളിലെല്ലാം വളരെ കൃത്യമായി സംസാരിക്കുന്നവരാണ്. ഞങ്ങളും BJPയുമായി നീക്കുപോക്കെന്ന് പറയുന്നത് പരാജയ ഭീതി മുന്നിൽ കണ്ടിട്ട് എങ്ങനെയെങ്കിലും കടിച്ചു തൂങ്ങാൻ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി UDF ഇറക്കുന്ന അവസാനത്തെ ആയുധമാണ്. അത് ഈ കേരളത്തിൽ ചിലവാകില്ല. ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന ബഹുമാനപ്പെട്ട ജയസൂര്യൻ വക്കീൽ പറഞ്ഞു, GSTയെ എതിർക്കുന്നത് കൊണ്ടാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. എന്ത് യാഥാർത്ഥ്യവുമായി ബന്ധമുള്ളതാണ്? അദ്ദേഹത്തെ പോലെ ഒരാൾ സംസാരിക്കുമ്പോൾ അങ്ങനെയാണോ അതിനെ കാണേണ്ടത്? ഇവിടെ അജിംസ് പറഞ്ഞതുപോലെ ക്രൂഡ് ഓയിലിന്റെ വില താഴുമ്പോൾ ആ താഴുന്നതനുസരിച്ചുള്ള വില നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ പുറത്ത് വരാത്തത് എന്തുകൊണ്ടാണ്? അതും കൂടെ കവർ ചെയ്യുന്നതിൽ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി നികത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടല്ലേ കേന്ദ്ര ഗവൺമെന്റിലെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കേന്ദ്ര ഗവൺമെന്റ് അതിനു പകരം ഈ കുറയുന്നതനുസരിച്ച് വില ക്രൂഡ് ഓയിലിന്റെ വില അന്താരാഷ്ട്ര മാർക്കറ്റിൽ താഴുന്നതനുസരിച്ച് ഇവിടെയും ആ വിലക്ക് കൊടുക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഈ അധിക എക്സൈസ് ഡ്യൂട്ടി നികത്താതിരുന്നു കഴിഞ്ഞാൽ വലിയൊരു ആശ്വാസമല്ലേ ജനങ്ങൾക്കുണ്ടാകുന്നത്? എന്തേ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നില്ല? പിന്നെ GST ആര് നിർത്തുന്നതാണ്? ഞങ്ങൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് GST വരുന്നത് ഞങ്ങൾ നിർത്തിട്ടില്ല. പിന്നെ കേന്ദ്ര ഗവൺമെന്റ് ഇതിനകത്ത് ഓരോ കാര്യങ്ങളും നടപ്പിലാക്കിയിട്ടുള്ളത് എല്ലാവരുടെ അഭിപ്രായം അംഗീകരിച്ചുകൊണ്ടാണോ? ഇവിടെ കോൺഗ്രസോ ഇടതുപക്ഷമോ അല്ലെങ്കിൽ BJP ഇതര ഗവൺമെന്റുകൾ എത്രയുണ്ട് ഇന്ത്യയിൽ? മഹാഭൂരിപക്ഷം സ്റ്റേറ്റുകളിൽ നിന്ന് ഭരിക്കുന്ന BJP അല്ലേ? കേന്ദ്രഭരണം BJPയുടെയിലല്ലേ? അങ്ങനെ ഏതെങ്കിലും ഒരു ജനാധിപത്യപരമായി നമ്മുടെ ഫെഡറൽ സംവിധാനത്തിന് ചേരുന്ന വിധത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് അംഗീകരിച്ചുകൊണ്ടാണോ BJP പോകാറുള്ളത്? രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് പാസ്സാക്കിയെടുത്തിട്ടുള്ള നിയമങ്ങൾ പലതും എവിടെയെങ്കിലും ചർച്ച ചെയ്തിട്ട് പാർലമെന്ററി നടപടിക്രമം അനുസരിച്ച് സബ് കമ്മിറ്റികളിലോ വല്ലതൊക്കെ പോയിട്ടാണോ പാസ്സാക്കിയെടുത്തിട്ടുള്ളത്? നമ്മൾ എത്രയോ തവണ ചർച്ച ചെയ്യപ്പെട്ടുള്ള വിഷയങ്ങളാണ്. അപ്പോൾ BJP ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുകയല്ലേ? ഇന്നത്തെ പത്രത്തിലുണ്ടല്ലോ, ഏഷ്യയിലെ ഒന്നാമത്തെ കോടീശ്വരനായി ഇന്ത്യക്കാരനായിട്ടുള്ള മുകേഷ് അംബാനി മാറി. നമുക്ക് വ്യക്തിപരമായി സന്തോഷം, എന്തുകൊണ്ട് ഒരു ഭാരതീയൻ എന്നുള്ള നിലയിൽ. പക്ഷേ ഈ കോവിഡിന്റെ കാലഘട്ടത്തിലും രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് ലോകത്തെ കോടീശ്വരന്മാരുടെ പട്ടികയിലേക്ക് മാറാൻ കഴിയുന്ന നിലയിലേക്കുള്ള സാമ്പത്തിക നയങ്ങൾ നിങ്ങൾ നടപ്പിലാക്കുന്നത് ആർക്കാ കാണാതിരിക്കാൻ കഴിയുന്നത്? രാജ്യത്തിന് പഴകുളം മധു, ഇവിടെ കേന്ദ്ര സർക്കാരിന്റേതാകട്ടെ സംസ്ഥാന സർക്കാരിന്റേതാകട്ടെ അവരാണുള്ള അധികാരത്തിലുള്ളത്. CPMഉം BJPയുമാണ്. അവരുടെ ഭരണപരമായ എന്തെങ്കിലും വൈകല്യത്തിന്റെ ഭാഗമായി ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് തുറന്നു കാട്ടാനുള്ള അവസരം നിങ്ങൾക്കാണ്. നിങ്ങൾക്ക് രണ്ടുപേരെയും എതിർക്കാം. എന്നിട്ടും BJPയേക്കാൾ വലിയ ശബരിമല ചാമ്പ്യൻ ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് UDF അതൊരു രാഷ്ട്രീയ പ്രചാരണായുധമായി ഉയർത്തുമ്പോൾ മുങ്ങിപ്പോകുന്നത് ഈ ജനകീയ പ്രശ്നങ്ങളാണ്. നിങ്ങൾ തന്നെ പറയുന്ന ജനകീയ പ്രശ്നങ്ങളാണ്. അപ്പോൾ BJP അജണ്ട സെറ്റ് ചെയ്യുന്നു, നിങ്ങൾ അതിൽ ചെന്ന് വീഴുന്നു എന്നവരുടെ വാദത്തിന് കുറെ കൂടി ബലം പകരുന്നതാണ് നിങ്ങളുടെ സമീപനം. അല്ല, ഒരിക്കലും അത് ശരിയല്ല അജിംസെ. കാരണം ഞങ്ങള് കേന്ദ്രത്തിന്റെയും കേരളത്തിലെയും സർക്കാരുകളുടെ അഴിമതിക്കെതിരായി ശക്തമായ സമരത്തിലാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോ BJPയും CPMഉം ചേർന്നുണ്ടാക്കിയ രഹസ്യധാരണ അടിസ്ഥാനത്തിൽ ശബരിമല വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമം അവർ നടത്തി. ആ സംശയം ഞങ്ങൾ ഉന്നയിച്ചപ്പോ ഞങ്ങളെ പലരും എതിർത്തു. ഇപ്പൊ അത് യാഥാർത്ഥ്യമായില്ലേ? ശബരിമല പ്രശ്നത്തിൽ നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത ആൾക്കാർക്കെതിരായിട്ടുള്ള കേസുകൾ പിൻവലിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ സർക്കാർ തയ്യാറായിട്ടില്ല. പിന്നീട് ആ കേസുകൾ ഞങ്ങൾ വന്നാൽ പിൻവലിക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾ നിയമനിർമ്മാണം ഉണ്ടാക്കും എന്ന് പറഞ്ഞു. അപ്പോ എന്ത് ചെയ്തു? അവസാന ഇലക്ഷൻ പ്രഖ്യാപിച്ച തലേ ദിവസം ആ കേസുകൾ ഞങ്ങൾ ഇതാ പിൻവലിക്കാൻ പോകുന്നു എന്ന് CPM പറഞ്ഞു. ഇവരുടെ നവോത്ഥാനം എവിടെ പോയി? 50 കോടി വനിതാ ക്ഷേമത്തിന് മാറ്റി വെച്ചിരുന്ന പണം എടുത്തിട്ട് നവോത്ഥാനം മതിലുണ്ടാക്കി വനിതകളെ സംഘടിപ്പിച്ചിട്ട് എവിടെ പോയി? നവോത്ഥാനം ഉണ്ടാക്കിയപ്പോൾ തന്നെ ഇവരെ പിന്നോക്ക നവോത്ഥാനമാണ് ഉണ്ടാക്കിയത്. മുന്നോക്കക്കാരെ അതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ ഇപ്പൊ ഇലക്ഷൻ എടുത്തപ്പോൾ വോട്ടെടുത്തപ്പോൾ എന്താ പറയുന്നത്? മന്നത്ത് പരത്തിന് അവൻ മഹാനാണ്. എന്നാൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെയും അതുപോലെയുള്ള വൈക്കം സത്യാഗ്രഹത്തിന്റെയൊക്കെ മുന്നിൽ നിന്ന് മന്നത്ത് പത്മനാഭനെ അവഹേളിച്ചത് എന്തിനാണെന്ന് NSS ചോദിച്ചപ്പോ മിണ്ടാട്ടമില്ലാതെ കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്നുള്ള അവസ്ഥയിലാണ് കേരളത്തിലെ CPM പാർട്ടി. രാഹുൽ ഗാന്ധി ഡൽഹിയിൽ കർഷകർക്കെതിരെ സമരം ചെയ്തില്ലെന്നാണ് ബഹുമാനായ ചിത്തരഞ്ജൻ പറയുന്നത്. അദ്ദേഹം എവിടെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആ സമരത്തിന്റെ ശക്തിയായി നിൽക്കുകയാണ്. അവരെ ഈ രാജ്യമെമ്പാടും കൊണ്ട സമരത്തിലാണ്. എത്ര കോടി ആൾക്കാരുടെ ഒപ്പിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് MPമാർ രാഷ്ട്രപതിക്ക് നിവേദനം കൊടുത്തത്. കേരളത്തിൽ ഇപ്പോൾ ഞങ്ങൾ എത്ര സമരം നടത്തി? നിങ്ങൾ എത്ര സമരം നടന്നു അറിയാമോ? നിങ്ങൾ സമരം നടത്തപ്പോൾ നിങ്ങൾ മോഡിയെ വിമർശിക്കുന്നില്ല. അതാണ് പരക്കെ നിങ്ങൾക്കെതിരെയുള്ള വിമർശനം.
ഞാൻ ചോദിക്കട്ടെ, നാളെ നിങ്ങൾക്ക് മോഡിയെ വിമർശിക്കാമോ? നാളെ നിങ്ങളുടെ മുഖ്യമന്ത്രി പ്രതിദിന പത്രസമ്മേളനത്തിൽ മോദിക്കെതിരായി ഈ പറയുന്ന ചിത്തരഞ്ജന്റെ ഭാഷയിൽ മുഖ്യമന്ത്രിക്ക് ഇപ്പൊ പറയുന്ന പരിമിതി ഉണ്ടെന്നാണ്. മുഖ്യമന്ത്രിക്ക് പരിമിതിയുണ്ട്, അത് വലിയ അതിശയമായിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് പരിമിതിയുണ്ട്. ആരെ വിമർശിക്കാനാണ്? മോദിയെ വിമർശിക്കാൻ. ഈ പരിമിതി കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടെന്ന് ചിത്തരഞ്ജൻ സമ്മതിച്ചത് നന്നായി. അത് മുഖ്യമന്ത്രിക്ക് പരിമിതിയുണ്ട്. എന്താണ് കാരണം? മുഖ്യമന്ത്രിയുടെ കഴുത്തിൽ വീഴാൻ പോകുന്ന വളയത്തെ സംബന്ധിച്ചാണ്. 26-ാം തവണയും ലാവൽ കേസ് മാറ്റിവെച്ചു. സ്വർണ്ണ കള്ളക്കടത്തിനെതിരായിട്ട് എന്തെല്ലാം കോലാഹലമാണ് കേന്ദ്ര ഏജൻസികൾ ഇവിടെ നടത്തിയത്. അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, അയാളെ പിടിക്കുന്നു, ഇയാളെ പിടിക്കുന്നു. ഇപ്പൊ ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വർഷമായിട്ട് പറയല്ലേ ലാവലിൻ ചിത്രരഞ്ജൻ ലാവലിൻ കേസ് ഇനി സുപ്രീം കോടതിയിൽ വരുന്ന കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന അന്നാണ്. അതിന് ഇനി നിങ്ങൾ എന്തെങ്കിലും കോയിൻസിഡൻസ് പറയുമോ പഴകുളം മധു? ഞാൻ പറയട്ടെ, ഓക്കെ ചിത്രരഞ്ജൻ വരാം. പഴകുളം പറഞ്ഞ് അവസാനിപ്പിക്കും. അപ്പോ മുഖ്യമന്ത്രിയുടെ ഈ പരിമിതി ഇന്ന് കേരളത്തിലെ CPM പാർട്ടിക്കുണ്ട്. ആ പരിമിതിയാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തകർക്കാൻ പോകുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യ ശൈലിയും അഴിമതിയും ഈ സർക്കാരിന് തുടർഭരണം വ്യക്താക്കിയിരിക്കുകയാണ്. അപ്പൊ പഴകുളം മധു, ചിത്രരഞ്ജൻ ചൂണ്ടിക്കാട്ടിയത് ഏതെങ്കിലും രാഷ്ട്രീയപരമായ പരിമിതിയല്ല. അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഭരണഘടനാപരമായ ഒരു പദവി വഹിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനെ അനാവശ്യമായി അദ്ദേഹം ആക്രമിക്കാറില്ല എന്നേ പറഞ്ഞോളൂ. അനാവശ്യമായി മോദിയെ വിമർശിക്കണമെന്ന് ആര് പറഞ്ഞു? കേരളത്തിൽ ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി, ഇന്ദിരാഗാന്ധി, ജവഹർലാൽ നെഹ്റു ഇവരൊക്കെ ഭരിച്ച കാലഘട്ടത്തിൽ എന്തെല്ലാം കേന്ദ്ര വിരുദ്ധ സമരമായിരുന്നു. EK നയനാർ പോലും എന്തെല്ലാം സമരം നടത്തി. അച്യുതാനന്ദൻ ഉള്ള ധൈര്യം എന്തുകൊണ്ടാണ് പിണറായി വിജയൻ കാണിക്കാത്തത്? കേരളത്തിൽ മാത്രം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള CPM പാർട്ടിയെ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിലെ CPM പാർട്ടി തളച്ചിട്ടിരിക്കുകയല്ലേ? ഇവർക്ക് ഇവരുടെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ചില കേസുകളിൽ രക്ഷപ്പെടാനും. ഞാൻ ചോദിച്ചു വന്ന് താങ്കൾ ഇടയ്ക്ക് തടസ്സപ്പെടുത്തി. ഞാൻ സ്വർണ്ണ കള്ളക്കടത്തിനെതിരെയുള്ള അന്വേഷണം എവിടായി? BJPയുടെ പ്രതിനിധി ജയശ്രീ ഉണ്ടല്ലോ, ഇവിടെ ചിത്രരഞ്ജൻ ഉണ്ടല്ലോ, പറയട്ടെ. എന്തെല്ലാം കോലാഹലമായിരുന്നു. ഇതെല്ലാം വന്ന് CPM രക്ഷിച്ചില്ലേ? ധാരണയായില്ലേ? അന്തർധാരയായില്ലേ? ഈ കൂട്ടുകെട്ടല്ലേ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കെതിരായി ഇപ്പൊ CPMന്റെ വർഗീയ രാഘവൻ എന്നറിയപ്പെടുന്ന വിജയരാഘവന്റെ തുടർച്ചയായ പ്രസംഗം. വിജയരാഘവന്റെ പ്രസംഗമെല്ലാം ജാതിയല്ലേ? ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കല്ലേ? എന്താ ലക്ഷ്യം? BJPയുമായി ചേർന്നുള്ള കൂട്ടുകെട്ട് BJPയുടെ അണികൾ സ്വീകരിക്കണമെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ പ്രസംഗിക്കണം. ഇതാണ് പതിറ്റാണ്ടുകളായി ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം തുറന്നു വന്ന മതേതര നിലപാടിൽ BJPയുമായി ചേരാനുള്ള ഇതൊന്നും അഴിമതി ധാരാളമുണ്ട്. ഇതൊന്നും മുക്തി നേടാൻ കഴിയില്ല. ഇതൊന്നും മുക്തി നേടാൻ കഴിയില്ല. മുഹമ്മദ് ഷാ, ഈ ചർച്ചയിൽ എന്റെ ചോദ്യം ഒന്നാണ്. പഴകുളം മധു, ഞാൻ വരാം. ശ്രീ മുഹമ്മദ് ഷാന്റെ ചോദ്യം ഇതാണ്. ജനകീയ പ്രശ്നങ്ങൾ ധാരാളം ഉന്നയിക്കാനുണ്ട്. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാനുണ്ട്. UDFന് വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കാനുള്ള ധാരാളം വിഷയങ്ങളുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുന്നു. പക്ഷേ BJP സെറ്റ് ചെയ്ത അജണ്ടയിൽ ഒരു വശത്ത് വിജയരാഘവൻ ന്യൂനപക്ഷങ്ങൾക്കെതിരെ സംസാരിക്കുന്നുവെന്ന് പഴകുളം മധു പറയുന്നു. UDF ആകട്ടെ ശബരിമല വിഷയം എടുത്തിട്ട് ഈ ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് മാറുന്നു. നോക്കൂ, ഏത് കേസുകൾ പിൻവലിക്കണമെന്നാണ് പഴകുളം മധുവിന്റെ പാർട്ടി ആവശ്യപ്പെട്ടതെന്ന് അറിയാമോ ശ്രീ മുഹമ്മദ് ഷാ? മുഖ്യമന്ത്രിയെ ജാതിത്തെറി വിളിച്ചവർക്കെതിരെയുള്ള കേസ് പിൻവലിക്കണമെന്നാണ്. നാമജപ ഘോഷയാത്രക്കിടെ ഒരു നിമിഷം നാമജപ ഘോഷയാത്രക്കിടെ മുണ്ടുപൊക്കി കാണിച്ചവർക്കെതിരെയുള്ള കേസ് പിൻവലിക്കണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്. പറയൂ. ഇല്ലില്ല അജിംസെ, അങ്ങനെ പറയരുത്. അങ്ങനെ സത്യവിരുദ്ധമായ പിന്നെ ഏത് കേസ് പിൻവലിക്കുന്ന കാര്യമാണ് നിങ്ങൾ ആവശ്യപ്പെട്ടത് ശ്രീ പഴകുളം മധു? ഏത് കേസാണ്? സന്നിധാനത്ത് വൃദ്ധയുടെ തലയ്ക്ക് തേങ്ങ എറിഞ്ഞവർക്കെതിരെയുള്ള കേസ് പിൻവലിക്കണമെന്നാണ് നിങ്ങൾ പറഞ്ഞത്. അത് തന്നെയാണ് BJPയും പറയുന്നത്. ഇല്ലില്ല, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതെ, ഒന്ന് പറഞ്ഞോട്ടെ. കേസുകൾ പിൻവലിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേസ് KM മാണിക്കെതിരെ സഭയിൽ നടത്തിയ അക്രമത്തിന്റെ കേസ് പിൻവലിക്കാൻ വേണ്ടി പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. അത് പിൻവലിക്കാമെങ്കിൽ കേരളത്തിലെ ഏത് കേസും ആർക്കും പിൻവലിക്കാവുന്ന അവസ്ഥയാണ്. കേരളത്തിന്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ സ്പീക്കറുടെ ചെയർ തല്ലിപ്പൊട്ടിച്ച് അത് മുഴുവൻ തകർത്തതിന്റെ കേസ് പിൻവലിക്കാം എന്നുണ്ടെങ്കിൽ ആർക്ക് കേസ് പിൻവലിക്കല് ഇനി അതിനേക്കാൾ വലിയൊരു കേസ് പിൻവലിക്കാനില്ല എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. കാരണം ഭരണത്തിന്റെ ഏറ്റവും ജനാധിപത്യത്തെ മുഴുവൻ തകർത്തെറിഞ്ഞ ഒരു പദ്ധതിയായിരുന്നു ചെയ്തത്. ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ഇപ്പോൾ ചിത്രരഞ്ജൻ പറഞ്ഞല്ലോ നമ്മൾ സമരങ്ങളെല്ലാം ഒരുപാട് ചെയ്യുന്നുണ്ട്, ഫ്യൂൽ പ്രൈസ് കുറയ്ക്കാത്തതിന്റെ പേരിലൊക്കെ ഞങ്ങൾ സമരം ചെയ്യുന്നു. ഒരു സമരവും ചെയ്യേണ്ട. നിങ്ങൾ 5 രൂപ മേടിച്ച ടാക്സ് ഇന്ന് 17 രൂപ മേടിക്കുമ്പോൾ അതിൽ നിന്ന് കുറയ്ക്കൂ.
നിങ്ങൾക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ടാക്സിന്റെ സിസ്റ്റം മിസ്റ്റർ ചിത്രൻ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ കേന്ദ്രത്തിന് ഇവിടുത്തെ ഫ്യൂവലിന്റെ ഒറിജിനൽ പ്രൈസിന്റെ കൂടെ കേന്ദ്രം കൊടുത്തിരിക്കുന്ന ചുങ്കമുണ്ടല്ലോ 32 രൂപയുടെ, അത് രണ്ടും ചേർക്കുന്നതിന്റെ 32% നിങ്ങൾ ടാക്സ് മേടിക്കുന്നത്. മുമ്പ് മേടിച്ചിരുന്നത് 12%. ഇത് കൂട്ടിയത് 2017 ആ കൂട്ടിയ തുക കുറച്ചാൽ ജനം രക്ഷപ്പെടും. ഇനി BJPയുടെ വക്കീലിനോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങള് 2014 9 രൂപ 48 പൈസയും പെട്രോളിന് 3 രൂപ 48 പൈസ ഡീസലിന് മേടിച്ചത് ഇപ്പൊ നിങ്ങൾ മേടിക്കുന്നത് 32 രൂപയും 33 രൂപയാ. അത് കുറയ്ക്കുന്നതിന് അതായത് അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടിയും റോഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ടാക്സുമായിട്ട് നിങ്ങൾ കൂട്ടിയ തുക കുറയ്ക്കുന്നതിന് ഒരു വാറ്റിന്റെയും GSTയുടെയും ചർച്ചയ്ക്ക് നിങ്ങൾ ഇപ്പോൾ 92 രൂപയ്ക്ക് പെട്രോൾ അടിക്കുമ്പോൾ ശ്രീ മുഹമ്മദ് ഷാ 92 രൂപയ്ക്ക് പെട്രോൾ അടിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിനാണോ കേന്ദ്രത്തിനാണോ കൂടുതൽ നികുതി ലഭിക്കുന്നത്? നിങ്ങൾ ആവശ്യപ്പെടുന്നത് സംസ്ഥാനത്തോട് കുറയ്ക്കാൻ, കേന്ദ്രമല്ലേ കുറയ്ക്കേണ്ടത്? സംസ്ഥാനത്തുള്ള ആകെയുള്ള വരുമാനമാണിത്. നിങ്ങൾ മനസ്സിലാക്കുക അജിം സേനത്തെ പ്രശ്നം എന്താണെന്നറിയോ? രണ്ടുപേരും കുറയ്ക്കണം, രണ്ടുപേരും കളിക്കുകയാണ്. 32 രൂപ കേന്ദ്രം മേടിക്കുമ്പോൾ 22 രൂപ സംസ്ഥാനം മേടിക്കുന്നു. അതായത് 2016 5 രൂപ മേടിച്ചെടുത്ത് 22 രൂപ മേടിക്കുന്നു സംസ്ഥാനം. 2014 3 രൂപ 48 പൈസ. ഈ 22 രൂപ വാങ്ങുന്നത് സംസ്ഥാനം നികുതി വർദ്ധിച്ചുകൊണ്ടല്ലോ മുഹമ്മദ് ഷാ. സംസ്ഥാനം നികുതി വർദ്ധിപ്പിക്കുന്നുണ്ടല്ലോ അവർക്ക് കൂടുതൽ കിട്ടുന്നത്. അത് കേന്ദ്രം വർദ്ധിപ്പിച്ച കേന്ദ്രം വില വർദ്ധിപ്പിച്ചതിന് വിഹിതം ലഭിക്കുന്നതല്ലേ? കേന്ദ്രമാണല്ലോ വില സെറ്റ് ചെയ്യുന്നത് ശ്രീ മുഹമ്മദ് ഷാ. അല്ല പല സ്റ്റേറ്റുകൾക്കും വ്യത്യസ്തമായി പെർസെന്റേജ് ഓഫ് ടാക്സ് ഫിക്സ് ചെയ്യാം. ജയസൂര്യൻ അറിയാം പെർസെന്റേജ് ഓഫ് ടാക്സ് ഫിക്സ് ചെയ്യാം. അവിടെ കേരളം ഫിക്സ് ചെയ്തിരിക്കുന്ന ടാക്സ് 32 മറ്റു പല സംസ്ഥാനങ്ങൾക്ക് 27 ഉണ്ട്, ചിലർക്ക് അതിൽ താഴെയുണ്ട്. കേരള സംസ്ഥാനം 32 ഫിക്സ് ചെയ്ത് ടാക്സ് ലഭിച്ച ഈ 93 രൂപയിൽ നിൽക്കുമ്പോഴും അതൊന്ന് കുറയ്ക്കാൻ അവർ തയ്യാറല്ല. കേന്ദ്രം അതുപോലെ തന്നെ അഡീഷണൽ ഇൻഫ്രാസ്ട്രക്ചർ റോഡിന്റെ സെസ് നമ്മൾ കൂട്ടിയത് മെയ് 6, 2020 കോവിഡിനിടയിൽ 13 രൂപ കൂട്ടിയത്. അന്ന് $30 ക്രൂഡ് ഓയിൽ പ്രൈസ് ആയപ്പോ അത് കുറഞ്ഞതിന്റെ ലാഭം അന്നാണല്ലോ മുരളീധരന്റെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചൊക്കെ നമ്മൾ ആക്ഷേപം പറഞ്ഞത്. ആ 13 രൂപ കൂട്ടിയ തുക ഇന്ന് കുറയ്ക്കേണ്ടതാണ്. കാരണം അന്ന് 30 രൂപയായിരുന്നത് ഇന്ന് $65 $65 ക്രൂഡ് ഓയിലിന്റെ വില കൂടിയപ്പോൾ ആ 13 രൂപ ലെവി ചെയ്തത് കുറയ്ക്കണ്ടേ? അപ്പൊ ഇവര് ടാക്സ് ഇത് എത്ര കൂടിയാലും നമുക്ക് സമയം അവസാനിക്കുകയാണ്. ശ്രീ മുഹമ്മദ് ഷാ, അഡ്വക്കേറ്റ് ജയസൂര്യൻ ഒറ്റ കാര്യം കൂടി ഇവിടെ മറുപടി പറയും. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ ഇന്ധന നികുതിയാണ്. ഇന്ധന വില തന്നെയാണ്, ഒരു സംശയവുമില്ല. പക്ഷേ അതിന് മറുപടി പറയേണ്ട നിങ്ങൾ അജണ്ട സെറ്റ് ചെയ്യുകയാണെന്ന് അഭിമാനപൂർവ്വം പറയുന്നു. ഇത് ജനങ്ങൾ തിരിച്ചറിയും ജയസൂര്യൻ. അല്ല, ഇവിടെ ഇന്ധനവിലയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃത്യമായ മറുപടി ഉണ്ടല്ലോ. ആ മറുപടി ഞങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്, ഇപ്പോഴും പറയുന്നു. അതായത് കേരളവും കേന്ദ്രവും സംസ്ഥാനവും കേന്ദ്രവും എന്നുള്ള നിലയിൽ ഈ ഇന്ധനവിലയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ലാഭം, അവർ കൂട്ടുന്ന നികുതി, അതിന്റെ പ്രശ്നങ്ങളിൽ ജനത അനുഭവിക്കുന്നുണ്ട്, ഞാനും അനുഭവിക്കുന്നുണ്ട്, നിങ്ങളും അനുഭവിക്കുന്നുണ്ട്. ഇത് കുറഞ്ഞു കാണണമെന്ന ആഗ്രഹവുമുണ്ട്. അപ്പോൾ ഇത് കമ്പനികൾക്ക് വില നിർണ്ണയിക്കാനുള്ള അധികാരം വിട്ടുകൊടുത്ത കോൺഗ്രസ് ഗവൺമെന്റിന്റെ ആ നയം ഇപ്പോഴും തുടരേണ്ടി വന്നിരിക്കുകയാണ്. അതിന് പരിഹാരമാണ് ധനകാര്യമന്ത്രി, കേന്ദ്ര ധനകാര്യമന്ത്രി പറഞ്ഞത്. ജയസൂര്യൻ, ക്രൂഡ് ഓയിൽ വില കുറയുമ്പോൾ അതിന് ആനുപാതികമായി നിങ്ങൾ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി കൂട്ടുന്നു എന്നാണ് ഇവരുടെ ആരോപണം. ക്രൂഡ് ഓയിൽ വില കുറയുമ്പോൾ പെട്രോൾ കമ്പനികൾ അത് കുറയ്ക്കാൻ നിങ്ങൾ എക്സൈസ് ഡ്യൂട്ടി കൂട്ടുന്നു. പറയൂ, പരിഹാരം പറയൂ. എന്തിനാ അത് നിങ്ങൾ കൂട്ടാതിരുന്നാൽ പോരെ? അത് നിങ്ങൾ കൂട്ടാതിരുന്നാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. പറയൂ. അത് കൂട്ടാതിരിക്കാനുള്ള കാര്യമാണ് പറയുന്നത്. ഈ പ്രശ്നങ്ങൾ ശാശ്വതമായിട്ട് പരിഹരിക്കണം. അതിന് ശാശ്വതമായി പരിഹരിക്കണമെങ്കിൽ അതാണ് GSTയുടെ കീഴിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞത്. അപ്പോ സംസ്ഥാനവും കുറയ്ക്കണം, കേന്ദ്രവും കുറയ്ക്കണം. അല്ലാതെ നികുതി ഞങ്ങൾക്ക് കൂട്ടാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് നികുതി കൂട്ടാതിരിക്കാൻ പറ്റില്ല, കൂട്ടിപ്പോകും. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ഒന്ന് രക്ഷിക്കൂ, GSTയിലേക്ക് കൊണ്ടുപോകുമെന്നാണോ പറയുന്നത്? ആ GSTയിലേക്ക് കൊണ്ടുവന്നാൽ ജനങ്ങളുടെ പ്രതിബദ്ധതയുള്ള സംസ്ഥാനവും ജനങ്ങളുടെ പ്രതിബദ്ധതയുള്ള കേന്ദ്രവും അത് ഒരുപോലെ വീതിച്ചെടുക്കാൻ തയ്യാറാകണം എന്ന് ശരി. എന്തായാലും ഇത്തരം ജനകീയ പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും എന്ന് ചിത്രരഞ്ജൻ പറയൂ. എനിക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ടത്. ചിത്രരഞ്ജൻ നമ്മുടെ
നമ്മുടെ രാജ്യത്ത് പെട്രോളിന്റെ വില നിശ്ചയിക്കുവാനുള്ള അധികാരം എണ്ണ കമ്പനികൾക്ക് കൊടുത്തത് കോൺഗ്രസ് ആണ്. BJP അധികാരത്തിൽ വന്നപ്പോൾ അവർ ഡീസലിന്റെ കൂടെ വില നിശ്ചയിക്കാൻ. ശരി നമ്മുടെ വിഷയം അതല്ല, നമ്മുടെ വിഷയം അതിലേക്ക് എത്തിപ്പെട്ടതാണ്. വളരെ നന്ദി. കോൺഗ്രസ് BJP അല്ലേ ശ്രീ പഴകുളം മധു, ശ്രീ ജയസൂര്യൻ, മുഹമ്മദ് ഷാ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രതികരിച്ചു.